ഫിലിപ്പി ലേഖനത്തിൻ്റെ ഒരു പഠനം എന്നാണ് പാസ്റ്റർ ജാക്സൺ അനൗൺസ് ചെയ്തത്. 2 ആഴ്ച കൊണ്ട് ഫിലിപ്പി ലേഖനം പഠിച്ചു തീർക്കാൻ കഴിയുകയില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ ഈ 2 ആഴ്ചത്തെ പഠനങ്ങൾ ഫിലിപ്പി ലേഖനം വ്യക്തിപരമായിട്ട് പഠിക്കുവാനും അത് ഗ്രഹിപ്പാനും അത് അനുസരിപ്പാനും ഒക്കെ നിങ്ങൾക്ക് പ്രചോദനമാവുമെങ്കിൽ അത് ഈ എൻ്റെ ലക്ഷ്യം സാധ്യമാക്കും എന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് നമുക്ക് ഫിലിപ്പി ലേഖന പഠനത്തിൽ ഇന്ന് പ്രധാനമായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ദ മാൻ പോൾ ബിഹൈൻഡ് ദ എപ്പിസലാണ്. അപ്പോൾ ഈ ലേഖനത്തിൻ്റെ പിന്നിലുള്ള പച്ചയായ ഒരു മനുഷ്യനുണ്ട്, അപ്പോസ്തലനായ പൗലോസ്. ലേഖനത്തിൽ കൂടെ തന്നെ നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുവാനായിട്ട് ശ്രമിക്കാം. അദ്ദേഹത്തെ പരിചയപ്പെടുമ്പോഴാണ് ഈ ലേഖനം എത്രമാത്രം പ്രസക്തമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലും എങ്ങനെ പ്രസക്തമാക്കുവാൻ കഴിയും എന്ന് നമുക്ക് ചിന്തിപ്പാനായിട്ട് കഴിയുന്നത്. ആ ചിന്ത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് സുവിശേഷം ജാതികൾക്ക് എത്തിച്ചു കൊടുക്കാൻ തക്കവണ്ണം ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ ഒരു വെസൽ, ഒരു പാത്രമാണ് എന്ന് നാം പൊതുവെ പറയാറുണ്ട്. എന്നാൽ നോട്ട് എക്സ്ക്ലൂസീവ്ലി ടു ജെൻഡൈൽസ്, ജാതികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു അപ്പോസ്തലനായിരുന്നില്ല പൗലോസ് എന്ന് ദൈവവചനം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസിനോട് കർത്താവ് സംസാരിക്കുമ്പോൾ തന്നെ, അനന്യാസിനോട് സംസാരിക്കുമ്പോൾ തന്നെ അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ അവനെ ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും സുവിശേഷം അറിയിപ്പാനായിട്ട് ഞാൻ നിയമിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു വളരെ വിശാലമായ ശുശ്രൂഷ മണ്ഡലമാണ് പൗലോസിന് ദൈവം നൽകിയത്. അത് ശ്രമകരമായ ഒരു വിശാലവും ശ്രമകരവുമായ ഒരു ദൗത്യമായിരുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. AD 46 മുതൽ 57 വരെ അപ്രോക്സിമേറ്റ്ലി ഏകദേശം അപ്പോസ്തലനായ പൗലോസിൻ്റെ ശുശ്രൂഷ കാലത്തെ ആ 10 വർഷക്കാലങ്ങളിൽ അപ്പോസ്തലൻ ഏകദേശം 8,000-ലധികം മൈലുകൾ, അതായത് 12,000-ഓളം കിലോമീറ്ററുകൾ കാൽനടയായി സഞ്ചരിച്ച് സുവിശേഷം അറിയിച്ചു എന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. ഈ കൂട്ടത്തിൽ സമുദ്രയാത്ര ഒഴിവാക്കി പൗലോസ് റോമയിലേക്കുള്ള യാത്രയും ഒഴിവാക്കി ബാക്കിയുള്ള സുവിശേഷീകരണ യാത്രകൾ 1, 2, 3 മിഷണറി യാത്രകൾ, തുടർന്ന് ബാക്കിയുള്ള യാത്രകളെല്ലാം കൂട്ടിച്ചേർത്ത് ഏകദേശം 8,000-ഓളം മൈലുകൾ സുവിശേഷീകരണത്തിനായിട്ട് കാൽനടയായി യാത്ര ചെയ്തിരിക്കാം എന്ന് പൊതുവെ കണക്കാക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഇതൊട്ടും തന്നെ അനായാസകരമായ ഒരു ശുശ്രൂഷ ആയിരുന്നില്ല എന്ന ദൈവവചനം നമുക്ക് വ്യക്തമാക്കുന്നുണ്ട്. താൻ ജാതികളുടെ കയ്യിൽ നിന്നും യഹൂദന്മാരിൽ നിന്നും കഠിനമായ എതിർപ്പുകൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നു. നിരന്തരം ആ എതിർപ്പുകൾ തൻ്റെ സുവിശേഷീകരണ ദൗത്യത്തിൽ ഉണ്ടായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഏറെ പീഡനം സഹിച്ചു, ഏറെ എതിർപ്പുകൾ ജാതികളിൽ നിന്നും യഹൂദന്മാരിൽ നിന്നും സഹിക്കേണ്ടതായിട്ട് വന്നു. അതുകൂടാതെ തന്നെ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ ചില വാക്യഭാഗങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല, കാരണം നമുക്ക് വളരെ പരിചിതമായിട്ടുള്ളതാണ്. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അതുപോലെ തന്നെ ശാരീരികമായ പ്രയാസങ്ങൾ, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത, പൈതാഹം, ഇത്തരത്തിലുള്ളതായ വിവിധ തരത്തിലുള്ളതായ പ്രതിസന്ധികളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും അപ്പോസ്തലനായ പൗലോസ് കടന്നു പോയതായി നാം ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്. ഏതാണ്ട് 60 വയസ്സായപ്പോൾ നമുക്ക് റിട്ടയർമെൻറ്റിനെ കുറിച്ച്, വിശ്രമ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഒരു പുരുഷായുസ് മുഴുവനും അധ്വാനിച്ചു, ജോലി ചെയ്തു, സമ്പാദിച്ചു, മക്കളെ വളർത്തി, അവരെ വിവാഹം കഴിച്ച് അയച്ചു, ഇനി നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലം ഒന്ന് അനുഭവിക്കാം, ഒന്ന് ആസ്വദിക്കാം, വിശ്രമിക്കാം എന്ന് കരുതുന്ന ആ പ്രായത്തിൽ 60 വയസ്സുള്ളപ്പോൾ അപ്പോസ്തലനായ പൗലോസ് റോമയിൽ തടങ്കലിലാണ് എന്നോർക്കുക. തൻ്റെ വിചാരണയ്ക്കായിട്ട് കാത്തു കിടക്കുകയാണ്. ആ വിചാരണയുടെ അവസാനം തനിക്ക് അനുകൂലമായൊരു വിധി വരുന്നില്ല എങ്കിൽ ഒരുപക്ഷെ വധശിക്ഷയായിരിക്കാം താൻ അഭിമുഖീകരിക്കുവാനായിട്ട് പോകുന്നത് എന്നോർക്കുക. അറ്റ് ദ ഏജ് ഓഫ് 60, 60 വയസ്സുള്ളപ്പോൾ പൗലോസ് അപ്പോസ്തലനെ വീണ്ടും നാം നോക്കുമ്പോൾ കഷ്ടത അനുഭവിച്ച് ശീലിച്ച ഒരു മനുഷ്യനായിരുന്നു. മാൻ ഓഫ് സോറോസ് എന്ന് വേണമെങ്കിൽ അപ്പോസ്തലനായ പൗലോസിനെ വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് വിളിക്കുവാനായിട്ട് സാധിക്കും. മാനസാന്തരത്തിന് ശേഷം പൗലോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാൽ, ദമസ്കോസിലേക്കുള്ള വഴിമധ്യയാണ് താൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു ദർശനം കാണുകയും ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്നത് എന്ന് നമുക്കറിയാം. അവിടെ ദമസ്കോസിലുള്ള യഹൂദന്മാർ തന്നെ അവനെ കൊല്ലുവാനായിട്ട് ഭാവിച്ചതുകൊണ്ട് ശിഷ്യന്മാർക്ക് അവനെ മതിൽ വഴിയായിട്ട് ഇറക്കി വിടേണ്ടി വന്നു എന്ന് അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്.
തുടർന്ന് അവൻ യെരുശലേമിൽ ചെന്നു. അവിടെ ക്രിസ്തുവിൽ ശിഷ്യന്മാരോടുകൂടി ചേരുവാനായിട്ട് ആഗ്രഹിച്ചു. എന്നാൽ പൗലോസിന്റെ പിൻകാല ചരിത്രം വളരെ നന്നായിട്ട് അറിയാമായിരുന്നതായ യെരുശലേമിലുള്ള വിശ്വാസികൾ അവനെ അവരോട് ചേർക്കുവാനായിട്ട് സംശയദൃഷ്ട്യാ നോക്കി അവരുടെ കൂട്ടത്തിൽ ചേർത്തില്ല എന്ന് കാണാം. ഒരു ബർന്നബാസ് വേണ്ടി വന്നു പൗലോസിനെ അപ്പോസ്തലന്മാരുടെ അടുക്കൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാനും പരിചയപ്പെടുത്തുവാനും സഭയുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനും വേണ്ടി. തുടർന്ന് അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിൽ തന്നെ പൗലോസ് യെരുശലേമിൽ കർത്താവിന്റെ സുവിശേഷം അറിയിച്ചുകൊണ്ടിരുമ്പോൾ തന്നെ യെരുശലേമിലുള്ള യഹൂദന്മാർ അവനെ കൊല്ലുവാനായിട്ട് ഭാവിച്ചതുകൊണ്ട് അവിടെയുള്ള വിശ്വാസികൾ അവനെ അന്ത്യോക്യയിലേക്ക് പറഞ്ഞയക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. താൻ എവിടെല്ലാം പോയോ അവിടെയെല്ലാം കഷ്ടതയും പീഡനവും തൻ്റെ പിന്നാലെ വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അനേകം സഭകൾ താൻ സ്ഥാപിച്ചു, പ്രത്യേകിച്ച് ജാതികളുടെ ഇടയിലുള്ള സഭകൾ സ്ഥാപിച്ചു. എന്നാൽ ആ സഭകൾക്കൊന്നും അപ്പോസ്തലനായ പൗലോസിൻ്റെ മിഷണറി യാത്രയുടെ ചിലവുകൾ വഹിപ്പാനോ അതിൽ പങ്കാളികളാകുവാനോ സാധിച്ചില്ല എന്ന് ദൈവവചനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ചുരുക്കം ചില സഭകൾ, ഫിലിപ്പിയ സഭ, തെസലോനിക്കയിലുള്ള സഭ, അങ്ങനെ ചുരുക്കം ചില സഭകൾ മാത്രമേ സാമ്പത്തികമായിട്ട് പൗലോസിന്റെ ശുശ്രൂഷയിൽ സഹായിപ്പാനായിട്ട് താല്പര്യപ്പെട്ടുള്ളൂ എന്ന് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ ഈ ലേഖനം എഴുതുവാനുണ്ടായ ഒരു കാരണവും അതുതന്നെയാണ്. താൻ റോമയിൽ തടവിലായിരുന്നപ്പോൾ ഫിലിപ്പിയ സഭ കൊടുത്തുവിട്ടതായ ഒരു ഔദാര്യ ദാനം താൻ സ്വീകരിച്ചതിനുള്ള നന്ദി സൂചകമായിട്ടാണ് ഫിലിപ്പിയ ലേഖനം രചിച്ചത് എന്ന് കാണാനായിട്ട് സാധിക്കും. പൗലോസ് കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ പറയുന്നത്, ഞാൻ എൻ്റെ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചു, പ്രയത്നിച്ചു, എനിക്കും എൻ്റെ കൂടെയുള്ളവരുടെയും ജീവിത സന്ധാരണത്തിനായിട്ട് ചിലവഴിക്കേണ്ടതായിട്ട് വന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. കൊരിന്ത്യ ലേഖനത്തിലെ അപ്പോസ്തലൻ പറയുന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 1 കൊരിന്ത്യർ 4-12-13 വാക്യങ്ങൾ ഇങ്ങനെയാണ്. സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു, ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു, ഉപദ്രവം ഏറ്റിട്ട് സഹിക്കുന്നു, ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. ഞങ്ങൾ ലോകത്തിന്റെ ചവറ് പോലെയും ഇന്ന് വരെ സകലത്തിൻ്റെയും അഴുക്കായും തീർന്നിരിക്കുന്നു. റോമയിൽ തടവിലായി വരുന്നതിന് മുൻപ് ഏതാണ്ട് 2 വർഷത്തോളം കൈസരയിൽ പൗലോസ് അപ്പോസ്തലൻ തടവറയിലായിരുന്നു. അവിടെ യഹൂദന്മാർ കൊടുത്തതായ അന്യായമായി ആരോപിച്ചതായ ഒരു ആരോപണത്തിൻ്റെ ഫലമായിട്ടാണ് താൻ തടവിലാക്കപ്പെട്ടത്. അവിടെ 2 വർഷത്തിനിടയിൽ 3 ദേശാധിപന്മാർ, ഫെസ്തോസ്, ഫെലിക്സ്, അഗ്രിപ്പ രാജാവ്, ഈ 3 പേരും പൗലോസിനെ വിസ്തരിച്ചെങ്കിലും അവൻ അന്യായമൊന്നുമില്ല എന്ന് കണ്ടെത്തിയെങ്കിലും അവനെ വിട്ടയപ്പാനായിട്ട് അവർ തയ്യാറായില്ല. അതിനുശേഷമാണ് പൗലോസ് റോമയിൽ എത്തിച്ചേരുന്നത്. റോമയിൽ എത്തുമ്പോൾ ഒരു വീട്ടു തടങ്കലിലാണ് താൻ ആയിച്ചേർന്നത്. അവിടെ ഏതാണ്ട് 24 മണിക്കൂറും ഒരു റോമൻ പടയാളിയോടൊപ്പം ചങ്ങലയിൽ ബന്ധിതനായിട്ടാണ് താൻ ഇരുന്നത് എന്ന് വേണം ചിന്തിക്കുവാനായിട്ട്. എഫെസ്യർക്ക് എഴുതുമ്പോൾ 6-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് അതേക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. എഫെസ്യ ലേഖനം 6-20 ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷം, ചങ്ങല ധരിച്ച് എന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ റോമൻ പടയാളികളുടെ കൂട്ടത്തിൽ പ്രമുഖരായ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്നൊക്കെ നാം വിളിക്കുന്നതായ അകമ്പടി പട്ടാളക്കാരിൽ ചിലരായിരുന്നിരിക്കണം അപ്പോസ്തലനായ പൗലോസിനെ ഒരു രാഷ്ട്രീയ തടവുകാരൻ എന്ന നിലയിൽ അപ്പോസ്തലനോടൊപ്പം ബന്ധിതസ്ഥനായി അല്ലെങ്കിൽ ചങ്ങലയിട്ടിരുന്നത് എന്ന് വേണം ചിന്തിക്കുവാനായിട്ട്. ഈ അകമ്പടി പട്ടാളക്കാർ അവരുടെ രാജകുടുംബത്തോടും ചക്രവർത്തിയുടെ കുടുംബത്തോടും പ്രഭു കുടുംബങ്ങളോടൊക്കെ ബന്ധപ്പെട്ടവരും ഒരുപക്ഷെ ആ കുടുംബത്തിൽ തന്നെ ഉണ്ടായിരുന്നവരുമായിരുന്നതുകൊണ്ട് വളരെ അടുത്ത രാജകുടുംബവുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ളവരാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് അതോടുള്ള ബന്ധത്തിൽ, ഈ പറഞ്ഞു വന്നതിനോടുള്ള ബന്ധത്തിൽ റോമയിൽ അപ്പോസ്തലനായ പൗലോസ് ആയിരിക്കുമ്പോൾ താൻ പറഞ്ഞ ഒരു കാര്യം ഫിലിപ്പിയ ലേഖനത്തിൽ നിന്ന് വായിച്ചുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. 12 മുതലുള്ള വാക്യങ്ങൾ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. ഫിലിപ്പിയൻ 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം, സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത്, എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ, എൻ്റെ കഷ്ടത, എൻ്റെ തടവ്, ഈ ചങ്ങല, അത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. ആരാണ് ഈ നിങ്ങൾ? ദാറ്റ് യു മേ നോ. ആരാണ് യു എന്ന് പൗലോസ് ഉദ്ദേശിക്കുന്നത്? ഫിലിപ്പിയിലുള്ള വിശ്വാസികളാണ്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഈ ഫിലിപ്പിയ ലേഖനം എഴുതുവാനുണ്ടായുള്ള സാഹചര്യത്തിലേക്കാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. ഫിലിപ്പിയിലുള്ള വിശ്വാസികൾ പൗലോസിന്റെ സഹായത്തിനായിട്ട് ഒരു
സംഭാവന എടുത്ത് എപ്പഫ്രാദോത്തിസ് എന്ന അവരുടെ ശുശ്രൂഷക്കാരൻ വഴി കൊടുത്തയച്ചു, റോമയിലേക്ക് കൊടുത്തയച്ചു. അത് പൗലോസ് സന്തോഷത്തോടെ സ്വീകരിച്ചു. അതിനുള്ള ഒരു മറുപടി, ഒരു താങ്ക് യു ലെറ്റർ എന്ന നിലയിലാണ് ഈ ലേഖനം രചിച്ചത് എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. ആ താങ്ക് യു ലെറ്റർ എഴുതുമ്പോൾ, അല്ലെങ്കിൽ എപ്പഫ്രാദോത്തിസ് വന്ന് ഈ ഔദാര്യദാനം പൗലോസിനെ ഏൽപ്പിക്കുമ്പോൾ, അതോടൊപ്പം ഫിലിപ്പിയിലുള്ള സഭയും കൂടെ ഓർക്കുന്നത് നമുക്ക് നല്ലതാണ്. യൂറോപ്പിൽ അപ്പോസ്തലനായ പൗലോസ് സ്ഥാപിച്ചതായ ഒന്നാമത്തെ സഭയാണ് ഫിലിപ്പിയിലുള്ള സഭ. എങ്ങനെയാണ് ഫിലിപ്പിയിൽ സുവിശേഷം എത്തിച്ചേർന്നത് എന്ന് ഓർക്കുന്നതും സഹായകരമാണ്. അവര് മിഷണറി യാത്രയിൽ സഞ്ചരിച്ച് പൗലോസും ശീലാസും സഹപ്രവർത്തകരും കൂടെ ഏഷ്യ മൈനർ അല്ലെങ്കിൽ ആസിയയിൽ സുവിശേഷം അറിയിച്ച്, ഒന്നാം മിഷണറി യാത്രയിൽ അറിയിച്ചു, പലയിടങ്ങളിൽ സുവിശേഷം അറിയിച്ചു. ഇക്കോന്യ, ദർബ, ലുസ്ര തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ സുവിശേഷം അറിയിച്ചു. അന്ത്യോക്യയിലേക്ക് മടങ്ങി ചെന്നു. വീണ്ടും താൻ ആദ്യം സുവിശേഷം അറിയിച്ച സ്ഥലങ്ങളിലൊക്കെ ഒന്നുകൂടെ പോയി അവിടെയുള്ള വിശ്വാസികളെ ഉറപ്പിക്കുവാൻ താൻ ആഗ്രഹിച്ചിട്ട് രണ്ടാമതൊരു മിഷണറി യാത്ര നടത്തി. അവരെയൊക്കെ സന്ദർശിച്ച ശേഷം പുതിയ സ്ഥലങ്ങളിൽ തേടി പോകുവാനായിട്ട് താൻ ആഗ്രഹിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആസിയയിലേക്ക് പോകുന്നത് വിലക്കി. അതുകൊണ്ട് ബിഥുന്യയിലേക്ക് പോകാനായിട്ട് താൻ ആഗ്രഹിച്ചു. എന്നാൽ അവിടേക്ക് പോകുവാനും ക്രിസ്തുവിൻ്റെ ആത്മാവ് അനുവദിച്ചില്ല. അതുകൊണ്ട് യാത്ര ചെയ്ത് ആസിയയുടെ പടിഞ്ഞാറേ അറ്റത്തെത്തി. ഭൂപ്രദേശം അവസാനിച്ച് കടൽ ആരംഭിക്കുന്ന ഒരു തുറമുഖ പട്ടണത്തിൽ ത്രോവാസിലെത്തി. അവിടെ നിന്ന് ഇനി മുൻപോട്ട് പോകാനായിട്ടില്ല, ഇനി മടങ്ങി അന്ത്യോക്യയിലേക്ക് പോകുവാനായിട്ട് കഴിയുകയുള്ളൂ. അവരങ്ങനെ ഒരു ആശങ്കയിൽ എന്ത് ചെയ്യണം എന്നറിയാതെ ഇരുന്നപ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ദർശനത്തിലൂടെ പൗലോസിനോട് സംസാരിച്ചത്. മക്കദോന്യക്കാരനായ ഒരു പുരുഷൻ അവൻ്റെ മുമ്പിൽ വന്നു നിന്നിട്ട് കടന്നു വന്ന് മക്കദോന്യയിലേക്ക് വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് പറയുന്ന ഒരു ദർശനം കണ്ടു. ഇത് ദൈവത്തിൻ്റെ ആലോചന എന്ന് തീരുമാനിച്ച് അവർ ഉടൻ തന്നെ കപ്പൽ കയറി യൂറോപ്പിലെ 1-2 പട്ടണങ്ങളിലൂടെ സഞ്ചരിച്ച് ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ഫിലിപ്പിയ പട്ടണത്തിൽ എത്തിച്ചേർന്നു. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൽ ഫിലിപ്പിയയിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ഫിലിപ്പിയയിൽ അവർ വന്നപ്പോൾ ഒരുപക്ഷെ ഈ മക്കദോന്യക്കാരനായ പുരുഷനെ ആയിരിക്കാം കാണുവാൻ ആഗ്രഹിച്ചത്, ദർശനത്തിൽ കണ്ട പുരുഷൻ. എന്നാൽ മക്കദോന്യയിലെങ്ങും ഫിലിപ്പിയ പട്ടണത്തിലെങ്ങും അങ്ങനെ ഒരു വ്യക്തിയെ കാണുവാനായിട്ട് കഴിഞ്ഞില്ല. അവിടെ യഹൂദന്മാരുണ്ടാകുമോ എന്ന് അന്വേഷിച്ച് ഒരു സിനഗോഗ്, ഒരു പള്ളി അന്വേഷിച്ചെങ്കിലും ഒരു പള്ളിയും കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല. ഫിലിപ്പിയ പട്ടണത്തിൽ വളരെ ചുരുക്കം യഹൂദ പുരുഷന്മാരെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വേണമെങ്കിൽ കരുതാൻ. കാരണം ഒരു സിനഗോഗ് സ്ഥാപിക്കുവാൻ ആവശ്യമുള്ളതായ പുരുഷന്മാർ അവിടെ ഉണ്ടായിരുന്നില്ല. അതൊരു റോമൻ കോളനി ആയിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് അവർ ശബത്ത് ദിവസം പുഴയോരത്തേക്ക് പോയി അവിടെ ഒരു പ്രാർത്ഥനാ സ്ഥലം ഉണ്ടാകുമെന്ന് ചിന്തിച്ചിട്ട് അവിടെ ചെന്നപ്പോൾ ഏതാനും സ്ത്രീകളെ മാത്രമേ കണ്ടുള്ളൂ. അവരോട് സുവിശേഷം അറിയിച്ചു. അവരിൽ ചിലർ രക്ഷിക്കപ്പെട്ടു. പൗലോസിനെയും ശീലാസിനെയും സഹപ്രവർത്തകരെയും തങ്ങളുടെ വീട്ടിലേക്ക് ലുദിയ എന്ന തുയധൈര്യക്കാരി ജാതീയ സ്ത്രീ സ്വീകരിച്ചതിനെ കുറിച്ച് ഞാൻ വായിക്കുന്നുണ്ട്. കഥ വിവരിക്കുകയല്ല ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ഫിലിപ്പിയിൽ ഒരു സഭ സ്ഥാപിക്കപ്പെട്ടു. ഏറെ താമസിയാതെ പീഡനവും പിന്നാലെ എത്തി എന്നോർക്കുക. പൗലോസിനെയും ശീലാസിനെയും അവിടെയുള്ള റോമൻ ജനം അവർ പിടിച്ചു. റോമക്കാരായ ഞങ്ങൾക്ക് പിൻപറ്റുവാൻ കഴിയാത്തതായ ചില വിശ്വാസങ്ങളെ ഇവർ പ്രസംഗിക്കുന്നു എന്ന് അവരുടെ മേൽ ആരോപിച്ച് അവരെ പട്ടണത്തിലൂടെ വലിച്ചിഴച്ച് ദേശാധിപതികളുടെ അടുക്കൽ എത്തിച്ചു. തടവിലാക്കി. ഒരു ജയിലറും കുടുംബവും രക്ഷിക്കപ്പെടുവാൻ അത് മുഖാന്തരമായി തീർന്നു. പിന്നെ അവിടെ നിന്ന് എത്രയും വേഗം യാത്ര പുറപ്പെട്ട തെസ്സലോനിക്കയിലേക്ക്, അവിടെ നിന്ന് ബെറോബയിലേക്ക്, അഥേനയിലേക്ക്, കൊരിന്തിലേക്ക് ഒക്കെ യാത്ര ചെയ്യേണ്ടതായിട്ട് വന്നു. ആ യാത്രയിലുടനീളം ഫിലിപ്പിയിലുള്ള വിശ്വാസികൾ സുവിശേഷത്തോടുള്ള അവരുടെ ആഭിമുഖ്യം കൊണ്ട് അപ്പോസ്തലനായ പൗലോസിൻ്റെ ഈ ദൗത്യത്തെ സാമ്പത്തികമായി സഹായിക്കുകയും വിവരങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്തു എന്ന് ദൈവവചനം വ്യക്തമാക്കുന്നുണ്ട്. ഏതാണ്ട് 10 സംവത്സരങ്ങൾ കടന്നുപോയി. അപ്പോഴാണ് അവർ കേൾക്കുന്നത് ഇപ്പോൾ പൗലോസ് റോമയിൽ തടവിലാണ് എന്ന്, വീട്ടുതടങ്കലിലാണ് എന്ന കാര്യം. തൊഴിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് പൗലോസിന്റെ ശുശ്രൂഷയെ സഹായിപ്പാൻ തക്കവണ്ണം ഈ തടവറയുടെ സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ ഒരു സാമ്പത്തിക സഹായം അവരെത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ ആ കാര്യം പൗലോസ് അപ്പോസ്തലൻ സൂചിപ്പിക്കുന്നുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ്: നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. മുമ്പ് തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നു, എങ്കിലും അവസരം കിട്ടിയില്ല. ഇപ്പോൾ സഹായിച്ചു. 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിലേക്ക് മടങ്ങി വരുമ്പോൾ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. വാട്ട് ഹാപ്പൻ ടു മീ ഹാസ് ആക്ച്വലി സെർവ്ഡ് ടു അഡ്വാൻസ് ദ ഗോസ്പൽ. സുവിശേഷത്തിൻ്റെ മുന്നേറ്റത്തിന്
എനിക്ക് സംഭവിച്ചത് കാരണമായി തീർന്നു എന്ന് ഫിലിപ്പിയരോട് സംസാരിക്കുക. അപ്പോൾ വാസ്തവത്തിൽ ഫിലിപ്പിയയിലുള്ള വിശ്വാസികൾ ഒരുപക്ഷെ എപ്പഫ്രാദോത്തസിനോടുകൂടി ചോദിച്ചതായ ചില ചോദ്യങ്ങളുടെ മറുപടിയാണ് പൗലോസ് ഈ പറയുന്നതൊക്കെ എന്ന് ചിന്തിക്കണം. എന്തായിരിക്കാം അവർക്ക് പൗലോസിനോട് ചോദിക്കാനുണ്ടായിരുന്നത്? പൗലോസിന്റെ ക്ഷേമ സുഖങ്ങളെ കുറിച്ച് അവർ അന്വേഷിച്ചു കാണും. എങ്ങനെയുണ്ട് പൗലോസെ? ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്നുവോ? കണ്ണിന്റെ കാഴ്ച ഇപ്പം എങ്ങനെയുണ്ട്? വായിക്കാൻ പറ്റുന്നുണ്ടോ? പല കാര്യങ്ങൾ അവർക്ക് ചോദിക്കാനുണ്ടായിരുന്നിരിക്കാം. എന്നാൽ ചോദിച്ചതിനേക്കാൾ ഏറെ അവർ ചോദിക്കാൻ ആഗ്രഹിച്ചതും ചോദിക്കാത്തതുമായ പല ചോദ്യങ്ങളും അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതുവാനായിട്ട്. ഒരുപക്ഷെ അവർ ചോദിക്കാൻ ആഗ്രഹിച്ചിരിക്കാം, എന്തുകൊണ്ട് പൗലോസിന് ഇങ്ങനെ സംഭവിച്ചു? ഉറക്കെ ചോദിക്കുവാൻ മടിച്ചിരിക്കാം. എന്നാൽ അവരുടെ ഹൃദയത്തിൽ, ഫിലിപ്പിയയിലുള്ള വിശ്വാസികളുടെ ഹൃദയത്തിൽ ഉയർന്ന ഒരു ചോദ്യമാണ്, വൈ ഡിഡ് ദിസ് ഹാപ്പൻ ടു പോൾ? എന്തുകൊണ്ട് പൗലോസിന് ഇത് സംഭവിച്ചു? എന്തുകൊണ്ട് വിശ്വാസികൾക്കും കർത്തൃദാസന്മാർക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? ഇനി പൗലോസിന്റെ ശുശ്രൂഷയ്ക്ക് എന്ത് സംഭവിക്കും? നാമും പലപ്പോഴും വിവിധ ജീവിത സാഹചര്യങ്ങളെയും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സഹവിശ്വാസികളുടെ ജീവിതത്തിലും ഒക്കെ ദുഃഖകരമായ അപ്രതീക്ഷിതമായ ചില സാഹചര്യങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ്, വൈ ഡിഡ് ദിസ് ഹാപ്പൻ ടു ബിലീവേഴ്സ്? എന്തുകൊണ്ട് വിശ്വാസികൾക്ക് ഇത് സംഭവിക്കുന്നു? കർത്താവിനെ വളരെ തീഷ്ണതയോടെ സേവിച്ച കർത്തൃദാസന്മാർക്ക് എന്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? പൗലോസിന്റെ ജീവിതത്തിൽ സംഭവിച്ച സാഹചര്യങ്ങൾ ആരെയും നിരാശപ്പെടുത്തുവാൻ മതിയായതായ കാര്യങ്ങളായിരുന്നു എന്ന് സംശയമില്ല. എന്നാൽ ഫിലിപ്പി ലേഖനം നാം വായിക്കുമ്പോൾ ഉടനീളം ആ ലേഖനത്തിൽ സന്തോഷത്തിന്റെ ധ്വനിയാണ് നാം കേൾക്കുന്നത്. റിജോയ്സ്, കർത്താവിൽ സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. നിങ്ങളുടെ സന്തോഷം സകല മനുഷ്യരും അറിയട്ടെ. ഇതിൽ ഞാൻ സന്തോഷിക്കും, ഇനിയും സന്തോഷിക്കും. ആ ലേഖനം ഉടനീളം ദ ജോയ് ഓഫ് ബീയിങ് ഇൻ ദ ലോർഡ്, കർത്താവിലുള്ള സന്തോഷത്തെക്കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫിലിപ്പി ലേഖനത്തെ ദ എപ്പിസൽ ഓഫ് ജോയ്, സന്തോഷത്തിന്റെ ലേഖനം എന്നാണ് പൊതുവെ നാം വിളിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ അപ്പോസ്തലനായ പൗലോസ് ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യം സന്തോഷിക്കുവാൻ യാതൊരു കാരണവും നൽകാത്തതായ ഒരു സാഹചര്യമാണ്. എന്നാൽ സന്തോഷത്തെക്കുറിച്ചും സാഹചര്യങ്ങളിൽ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നതിനെക്കുറിച്ചും അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഒത്തിരി കാര്യങ്ങൾ ഈ ലേഖനത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ പൗലോസ് റോമയിൽ വീട്ടുതടങ്കലിലായിരുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. റോമയിൽ സുവിശേഷം അറിയിക്കുക എന്നുള്ളത് പൗലോസിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിലെ ഒരു ലക്ഷ്യം, തൻ്റെ അജണ്ടയിൽ ഒബ്ജക്റ്റീവ്സിൽ ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവായിരുന്നു, തൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു എന്ന് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ തന്നെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. റോമാലേഖനം ഏതാണ്ട് 3 വർഷങ്ങൾക്ക് മുമ്പ് കൊരിന്തിൽ നിന്ന് റോമയിലുള്ള വിശ്വാസികൾക്ക് എഴുതിയതാണ്. റോമാലേഖനത്തിന്റെ 15-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. റോമാലേഖനം 15-ന്റെ 22 മുതൽ 24 വരെ. അവിടെ പൗലോസ് എഴുതിക്കുന്നത്, ഈ ലേഖനം എഴുതിയ തെർത്തോസ് എന്ന് ഞാൻ നിങ്ങളെ കർത്താവിൽ വന്ദനം ചെയ്യുന്നു. 15-ന്റെ 22 മുതൽ, റോമാലേഖനം 15-ന്റെ 22 മുതൽ. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നതിന് പലപ്പോഴും മുടക്കം വന്നു. ഇപ്പോഴോ എനിക്ക് ഈ ദിക്കുകളിൽ ഇനിയും സ്ഥലമില്ലായകയാലും അങ്ങോട്ട് വരുവാൻ അനേക സംവത്സരമായി വാഞ്ച ഉണ്ടാകുകൊണ്ടും ഞാൻ സ്പാനിയയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പോകുന്ന വഴിക്ക് നിങ്ങളെ കാണുവാനും ആദ്യം നിങ്ങളെ കണ്ട് സന്തോഷിച്ച ശേഷം നിങ്ങളാൽ യാത്ര അയക്കപ്പെടുവാനും ആശിക്കുന്നു. അത് പൗലോസിന്റെ ഒരു ഡിസയറാ, ഒരു ലാഷ്, തൻ്റെ സുവിശേഷ ദൗത്യത്തിൽ ഒരു ഒബ്ജക്റ്റീവായിട്ട് പൗലോസ് സൂക്ഷിച്ചിരുന്നതായ ഒരു കാര്യമാണ് എന്നുള്ള കാര്യം ഓർക്കണം. റോമിൽ സുവിശേഷം അറിയിക്കുക. പൗലോസിന്റെ സുവിശേഷീകരണ സ്ട്രാറ്റജിയിൽ, തന്ത്രത്തിൽ എല്ലായ്പ്പോഴും ആ സാമ്രാജ്യത്തിലെ, റോമൻ സാമ്രാജ്യത്തിലെ മുഖ്യ പട്ടണങ്ങൾ, മെട്രോപോളിസ് താൻ എപ്പോഴും തിരഞ്ഞെടുത്തത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ധാരാളം ആളുകൾ വന്നുകൂടുന്ന ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന്, ചെറിയ പട്ടണങ്ങളിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ കച്ചവടത്തിനായിട്ടും മറ്റും കൂടുവരുന്ന വലിയ പട്ടണങ്ങളെ തിരഞ്ഞെടുത്തിട്ട് അവിടെ സുവിശേഷം അറിയിക്കുക, അവിടെ ഫോക്കസ് ചെയ്യുക. അവിടെ സുവിശേഷം അറിയിച്ചാൽ വളരെ വേഗത്തിൽ ഗ്രാമങ്ങളിലേക്ക്, പ്രാന്തപ്രദേശങ്ങളിലേക്കൊക്കെ സുവിശേഷം കടന്നു ചെല്ലും എന്ന് പൗലോസ് മനസ്സിലാക്കിയതുകൊണ്ട് ഈ കോൺസെൻട്രേറ്റഡ് ഓൺ ദ സിറ്റീസ്. പട്ടണങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് പൗലോസ് പലപ്പോഴും സുവിശേഷം അറിയിച്ചത് എന്നുള്ള കാര്യം ഓർക്കണം. സുവിശേഷം എല്ലായിടത്തും എത്തിക്കുക എന്നുള്ളത് പൗലോസിന്റെ ദർശനമാണല്ലോ. 1-ാം അധ്യായത്തിലെ 15-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ്
റോമർ 1:15 ആ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. റോമർ 1:15 പൗലോസ് പറയുന്ന ഇതാണ്: അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. ഇത് 3 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ലേഖനമാണ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ റോമയിൽ വന്ന് സ്പെയിനിലേക്ക് പോകുന്ന വഴി അവിടെ സുവിശേഷം അറിയിച്ച് ആ പട്ടണത്തിൽ ചിലരെങ്കിലും കർത്താവിന് വേണ്ടി നേടുക എന്നുള്ളത് പൗലോസിന്റെ ഹൃദയത്തിന്റെ താല്പര്യവും വാഞ്ചയുമായിരുന്നു. ഇപ്പോൾ പൗലോസ് റോമയിൽ എത്തിക്കഴിഞ്ഞു, ബട്ട് നോട്ട് ആസ് എ ഫ്രീ മാൻ. സ്വതന്ത്രനായിട്ടല്ല, ഒരു തടവാളി, ഒരു കുറ്റവാളിയായിട്ട് തടവറയിലാണ്, വീട്ടുതടങ്കലിലാണ് എന്നുള്ള കാര്യം ഓർക്കുക. പക്ഷെ അതിൻ്റെ നടുവിൽ പൗലോസ് പറയുകയാണ്, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു. പൗലോസിന്റെ പ്ലാൻ വർക്കൗട്ട് ചെയ്തില്ല, വിജയകരമായി തീർന്നില്ല. താൻ ആഗ്രഹിച്ചതുപോലെ എല്ലാ കാര്യങ്ങൾ സംഭവിച്ചത് എന്ന കാര്യം ഓർക്കുക. ഇപ്പോൾ ചങ്ങല ധരിച്ചുകൊണ്ടാണ് താൻ റോമയിൽ എത്തിച്ചിരിക്കുന്നത്. പക്ഷേ തിമത്യോസിന് എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെയാ പറയുന്നത്. 2 തിമത്യോസ് 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ പറയുന്നു, അത് അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു, ദൈവവചനത്തിനോ ബന്ധനമില്ല. ഞാൻ ചങ്ങല ധരിച്ചിരിക്കുന്നു, ബട്ട് ദ വേർഡ് ഓഫ് ഗാഡ് ഈസ് ഫ്രീ. ദൈവവചനം ബന്ധനത്തിലല്ല, ദൈവവചനം സ്വതന്ത്രമാണ് എന്ന് പറയുന്നു. അപ്പോൾ പൗലോസ് ഫിലിപ്പി ലേഖനം 1:12 പറയുന്നതാ, ഐ ആം ഇൻ ബോണ്ടേജ്, ഞാൻ ബന്ധനത്തിലാണ്, പക്ഷേ ദ വേർഡ് ഓഫ് ഗാഡ് ഈസ് ഫ്രീ. ദൈവവചനം സ്വതന്ത്രമാണ്. എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു. അല്ലെങ്കിൽ പൗലോസ് പറയുന്നതിന്റെ ആ വാക്കുകളെ വേറൊരു വിധത്തിൽ ഞാൻ ഉദ്ധരിച്ചാൽ, എനിക്ക് എന്ത് സംഭവിക്കുന്നു എന്നത് സുപ്രധാനമായ ഒരു കാര്യമല്ല. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് എന്ത് സംഭവിക്കുന്നു എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. വാട്ട് ഹാപ്പൻസ് ടു മീ ഡസൻറ്റ് മാറ്റർ. What happens to me is not important, but what happens to the gospel of Jesus Christ. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് എന്ത് സംഭവിക്കുന്നു എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. അതാണ് പൗലോസിന്റെ ശ്രദ്ധാ കേന്ദ്രം എന്നുള്ള കാര്യം ചോദിക്കും. പിന്നെ പൗലോസ് പറയുകയാണ്, അപ്പോൾ സഹോദരന്മാരെ, പൗലോസെ നിനക്ക് എങ്ങനെ ഇരിക്കുന്നു എന്ന് നിങ്ങൾ ചോദിച്ചാൽ എനിക്കൊരു മറുപടിയേ ഉള്ളൂ, ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു, ഇനിയും ഞാൻ സന്തോഷിക്കും. എൻ്റെ ചങ്ങലകളിൽ ഞാൻ സന്തോഷിക്കുന്നു, എൻ്റെ ബന്ധനങ്ങളിൽ ഞാൻ സന്തോഷിക്കുന്നു. ഫിലിപ്പി ലേഖനം 1:18 അത് പൗലോസ് പറയുന്നുണ്ട്. ഫിലിപ്പി ലേഖനം 1:18 പൗലോസ് പറയുകയാണ്, പിന്നെ എന്ത്, നാട്യമായിട്ടോ പരമാർത്ഥമായിട്ടോ ഏത് വിധമായാലും ക്രിസ്തുവിനെയല്ലോ പ്രസംഗിക്കുന്നത്, ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു, ഇനിയും ഞാൻ സന്തോഷിക്കും. അപ്പോൾ വാസ്തവത്തിൽ എന്താ സംഭവിച്ചത്? ഈ ചിത്രം നിങ്ങളുടെ മനസ്സിൽ കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുക. പൗലോസ് ബന്ധനത്തിലാണ്, വീട്ടു തടവിലാണ്, എന്നാൽ സുവിശേഷത്തിന് അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. വാസ്തവത്തിൽ പൗലോസിന്റെ ബന്ധനങ്ങൾ റോമ പട്ടണത്തിൽ സുവിശേഷം അറിയിക്കുവാൻ പുതിയ വാതിലുകളെ തുറക്കുകയാണ് ചെയ്തത്. താൻ ഏത് പട്ടണത്തിൽ സുവിശേഷം അറിയിക്കണമെന്ന് ആഗ്രഹിച്ചുവോ അവിടെ സുവിശേഷത്തിന്റെ വാതായനങ്ങൾ കുറെ കൂടെ വിസ്താരത്തിൽ തുറക്കുവാനായിട്ടാണ് ഇടയായിത്തീർത്തത്. പൗലോസ് ആഗ്രഹിച്ചത് റോമയിലെ വൻ തെരുവുകളുടെ കോണിൽ നിന്നുകൊണ്ട് ഉച്ചത്തിൽ സുവിശേഷം ഘോഷിപ്പാനായിട്ട് കഴിയണം, ചിലരോടൊക്കെ വ്യക്തിപരമായിട്ട് സുവിശേഷം പറയുവാൻ അവസരം കിട്ടണമെന്നായിരിക്കാം. അതല്ല സംഭവിച്ചത്. അതേക്കുറിച്ച് പൗലോസിന് നിരാശനാകാം, കർത്താവിനോട് ചോദിക്കാം, എന്നാലും കർത്താവേ, ഞാൻ നിന്റെ ദാസനാണല്ലോ, ഞാൻ നിന്നെ സന്തോഷപൂർവ്വം സേവിച്ചല്ലോ, വിശ്വസ്തയോടുകൂടി കഴിഞ്ഞ നാളുകളിലൊക്കെ ഞാൻ നിന്നെ സേവിച്ചല്ലോ, എന്തുകൊണ്ട് ഈ എൻ്റെ ഒരു ആഗ്രഹത്തെ നീ സാധിപ്പിച്ചില്ല എന്ന് നിരാശയോടുകൂടി ചോദിക്കാം. പക്ഷേ പൗലോസിന്റെ ഫോക്കസ് അതല്ല. എനിക്ക് സംഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു. എനിക്ക് സംഭവിക്കുന്നത് ഇമ്മെറ്റീരിയലാ, അപ്രസക്തമാണ്. സുവിശേഷത്തിന് എന്ത് സംഭവിക്കുന്നു എന്നതാണ് സുപ്രധാനം. അതിന്റെ കാരണം എന്താ എന്ന് പൗലോസ് ഈ ലേഖനം ആരംഭിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്. 1-ാം വാക്യം, ഫിലിപ്പിയൻസ് 1:1, ഫിലിപ്പിയ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നത്, ക്രിസ്തുയേശുവിന്റെ ദാസന്മാരായ പൗലോസും തിമത്യോസും. Paul and Timothy, servants of the Lord Jesus Christ. അവിടെ സെർവൻസ്, ദാസന്മാർ എന്നുള്ള പദത്തിന്റെ അർത്ഥം ഡ്യൂലോസ്, അടിമകളായ പൗലോസും തിമത്യോസും ആണ്. കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ പറയുന്നത്, അപ്പൊല്ലോസാർ, പൗലോസാർ തങ്ങൾക്ക് കർത്താവ് നൽകിയതുപോലെ നിങ്ങൾ വിശ്വസിപ്പാൻ കാരണമായി തീർന്ന ഡ്യൂലോസ്, ശുശ്രൂഷക്കാരത്രേ. അപ്പൊ തനിക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അപ്രസക്തമാണ്. ക്രിസ്തുവിന് സുവിശേഷത്തിന് എന്ത് സംഭവിക്കുന്നു, അതാണ്
പൗലോസിന്റെ ഫോക്കസ് എന്നുള്ള കാര്യം ഓർക്കണം. നാം പലപ്പോഴും കേൾക്കാനുള്ള ഒരു സംഗതി ഞാൻ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം നാം അറിയിക്കുമ്പോൾ ഈ കാലഘട്ടങ്ങളിൽ പലപ്പോഴും നാം പ്രസംഗിച്ചു കേൾക്കുന്നത് കർത്താവായ യേശുവിൽ ഒന്ന് വിശ്വസിക്കുക, നിന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും, പിന്നെ അഭിവൃദ്ധിയാണ് നിനക്ക് ഉണ്ടാകാൻ പോകുന്നത്. ഇതല്ല പലപ്പോഴും പ്രായോഗിക തലത്തിൽ സംഭവിക്കുന്നത് എന്ന് നാം ഓർക്കണം. നമ്മുടെ മുമ്പിലുള്ളതായ പ്രതിസന്ധികളെ പലപ്പോഴും ദൈവം മാറ്റിക്കളയുകയല്ല ചെയ്യുന്നത്. ആ സാഹചര്യങ്ങളെ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്കും പ്രയോജനകരമായി ഉപയോഗിക്കുകയാണ് ദൈവം വാസ്തവത്തിൽ സാധാരണയായി ചെയ്യുന്നത്. എനിക്ക് സംഭവിക്കുന്നത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമാക്കി തീർക്കുക ചെയ്യുന്നു. അപ്പോസ്തലനായ പൗലോസ് റോമയിൽ 2 വർഷക്കാലം വീട്ടു തടവിലാണ് എന്ന് നാം പറഞ്ഞുവല്ലോ. അപ്പോസ്തല പ്രവൃത്തിയുടെ അവസാന അധ്യായത്തിലാണ് പൗലോസ് റോമയിൽ എത്തുന്നതിനെ കുറിച്ച് നാം വായിക്കുന്നത്. ഞാൻ ആ വാക്യങ്ങൾ ചിലത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം ഇങ്ങനെയാണ്. ആക്ട്സ് 28:16, 16. റോമയിൽ എത്തിയ ശേഷം തനിക്ക് കാവലായ പടയാളിയോടുകൂടെ വേറിട്ട് പാർക്കുവാൻ പൗലോസിന് അനുവാദം കിട്ടി. ഒരു വീട്ടിൽ, കൂലിക്കെടുത്തൊരു വീട്ടിൽ, പൊളിറ്റിക്കൽ പ്രിസണറാണ്, രാഷ്ട്രീയ തടവുകാരനാണ്. എന്നാൽ ഒരല്പം സ്വാതന്ത്ര്യം കിട്ടി. തടവറ ഒരു തുറങ്കലിൽ അടയ്ക്കേണ്ട, ജയിലിൽ അടയ്ക്കുന്നില്ല, വീട്ടുതടങ്കിൽ പാർക്കുക. അടുത്ത വാക്യം ശ്രദ്ധിക്കുക, 17-ാം വാക്യം. 3 ദിവസം കഴിഞ്ഞിട്ട് അവൻ യഹൂദന്മാരിൽ പ്രധാനികളായവരെ വിളിപ്പിച്ചു. 3 days. റോമയിലെത്തി. the 3rd day, the 4th day പ്രോപ്പർലി, 4-ാം ദിവസം പൗലോസ് റോമയിലുള്ളതായ യഹൂദ നേതാക്കന്മാരെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അവരോട് സുവിശേഷം പങ്കുവെച്ചു. ഒരു സംവാദം, ഒരു ഡയലോഗ് ആരംഭിച്ചു. ഇത് പൗലോസിന്റെ സ്ട്രാറ്റജിയാണ്. നാം എല്ലായിടത്തും, എല്ലാ ലേഖനങ്ങളിലും അപ്പോസ്തല പ്രവൃത്തിയിൽ ഉടനീളം കാണുന്നത്. ഏതെങ്കിലും ഒരു പട്ടണത്തിൽ ചെന്നാൽ ഒന്നാമത് ആദ്യം യഹൂദന്, പിന്നെ ജാതികളോട്. 3-ാം ദിവസം പൗലോസിന്റെ ശുഷ്കാന്തി നിങ്ങൾ ശ്രദ്ധിക്കണം. തടവറയിലാണ്, റോമയിൽ എത്തിയതേ ഉള്ളൂ, കൂലിക്കെടുത്ത് വീടെടുത്തു, അവിടെ പാർക്കാൻ തുടങ്ങി. ഒരു പടയാളിയോടുകൂടെ ബന്ധനസ്ഥനാണ്, ചങ്ങല ധരിച്ചുകൊണ്ടാണ്. പൗലോസ് ഡിജക്റ്റഡ് അല്ല, മനസ്സ് മടുത്തു പോയിട്ടില്ല. ഞാൻ ഇച്ചിരി നേരം വിശ്രമിക്കട്ടെ. ദീർഘമായൊരു കപ്പൽ യാത്ര, മാസങ്ങളോളം നീണ്ടു നിന്നൊരു കപ്പൽ യാത്ര, അതിനിടയിൽ ഒരു കപ്പൽ ഛേദം, ഇതൊക്കെ സംഭവിച്ചിട്ട് എത്തിയിരിക്കുക. നൗ ലെറ്റ് മീ റെസ്റ്റ് ഫോർ സം ടൈം. നോ, 3rd day അവർ യഹൂദന്മാരോട് ഒരു ഡയലോഗ് ആരംഭിച്ചു. അവരോട് സുവിശേഷം അറിയിച്ചു. തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് സംസാരിച്ചു, സംവദിച്ചു. അവരിൽ ചിലരൊക്കെ ഇനിയും കേൾക്കാം എന്ന് സമ്മതിച്ചു, ചിലരൊക്കെ വിശ്വസിച്ചു, ബാക്കിയുള്ളവർ അതിനെ തള്ളിക്കളഞ്ഞു. 23-24 വാക്യങ്ങൾ നോക്കിയാൽ, അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായത്തിന്റെ 23-24 വാക്യങ്ങൾ. ഒരു ദിവസം നിശ്ചയിച്ചിട്ട് പലരും അവന്റെ പാർപ്പിടത്തിൽ അവന്റെ അടുക്കൽ വന്നു. അവരോട് അവൻ ദൈവരാജ്യത്തിന് സാക്ഷ്യം പറഞ്ഞു. മോശയുടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും ആധാരമാക്കി യേശുവിനെ കുറിച്ച് അവർക്ക് ബോധം വരുമാറ് രാവിലെ തുടങ്ങി സന്ധ്യ വരെ വിവരിച്ചു. അവൻ പറഞ്ഞത് ചിലർ സമ്മതിച്ചു, ചിലർ വിശ്വസിച്ചില്ല. അവർ തമ്മിൽ യോജിക്കാതെ പിരിഞ്ഞു പോകുമ്പോൾ പൗലോസ് അവരോട് ഒരു വാക്ക് പറഞ്ഞു. അതിന്റെ അവസാനത്തിൽ എന്താ പറഞ്ഞതെന്നറിയാമോ? ഈ രക്ഷയുടെ സുവിശേഷം ഞാൻ ജാതികളോട് അറിയിക്കുവാൻ പോവുകയാണ്. 28-ാം വാക്യം. ആകയാൽ ദൈവം തന്നെ ഈ രക്ഷ ജാതികൾക്ക് അയച്ചിരിക്കുന്നു, അവർ കേൾക്കും എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ എന്ന് അവരോട് പറഞ്ഞു. അതുകൊണ്ട് പൗലോസ് മടുത്തു പോയില്ല. 29-30 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോസ്തല പ്രവൃത്തി 28-29-30. അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്തു. തൻ്റെ അടുക്കൽ വരുന്നവരെയൊക്കെയും കൈക്കൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോകുന്നു. He preached the kingdom of God and he taught about Jesus Christ. Preaching and teaching. എവിടെയാണ്? സ്വതന്ത്രനായിട്ടല്ല, വീട്ടുതടങ്കലിൽ, കൂലിക്ക് വാട്ടിയ വീട്ടിൽ. preaching and teaching. പൗലോസ് ചങ്ങലയിലാണ്. ദൈവവചനത്തിന് ബന്ധനമില്ല. ഈ വീട്ടുതടങ്കിൽ എന്താ സംഭവിച്ചത് എന്ന് നമുക്കൊന്ന് സങ്കല്പിക്കുന്നത് നല്ലതാണ്. ദൈവവചനം അതേക്കുറിച്ച് പറയുന്നില്ല, എങ്കിലും നമുക്ക് ദൈവം നൽകിയിട്ടുള്ളതായ കഴിവുകൾ ഉപയോഗിച്ച് നമുക്കൊന്ന് സങ്കല്പിക്കുന്നത് തികച്ചും നല്ലതാണ്, തെറ്റാകാൻ സാധ്യതയില്ല. ഫിലിപ്പ് ലേഖനം 1:13 നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. ഫിലിപ്പ് ലേഖനം 1:13, 12-ാം വാക്യം നാം വായിച്ചു തുടങ്ങിയത്. 13-ാം വാക്യത്തിൽ പറയാണ്, എൻ്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നു എന്ന് അകമ്പടി പട്ടാളത്തിലൊക്കെയും ശേഷം എല്ലാവർക്കും തെളിവായി വരികയും. സോ പൗലോസ് ഇവിടെ വന്നു, വീട്ടുതടങ്കലിലാണ്,
യഹൂദന്മാരുമായിട്ട് സംവദിച്ചു, ഡയലോഗ് നടത്തി, വീട്ടിൽ വരുന്നവരെയൊക്കെയും സ്വീകരിച്ചു, ദൈവരാജ്യത്തെക്കുറിച്ചും ക്രിസ്തുവിന്റെ സുവിശേഷത്തെക്കുറിച്ചും അവരോട് പ്രസംഗിച്ചു, ഉപദേശിച്ചു. ഉപദേശിച്ചത് വിശ്വാസികളെ ആയിരുന്നിരിക്കണം, പ്രസംഗിച്ചത് അവിശ്വാസികളോടുമാകാം എന്ന് നമുക്ക് കരുതുവാൻ ന്യായമുണ്ട്. അപ്പോൾ പിന്നീട് പറയുകയാണ്, അകമ്പടി പട്ടാളത്തിലൊക്കെയും എൻ്റെ ബന്ധനങ്ങളെക്കുറിച്ച് അറിയുവാനിടയായിത്തീർന്നു. എങ്ങനെയത് സാധിച്ചത്? പൗലോസിന്റെ കൂടെ ചങ്ങലയിട്ടിരിക്കുന്നതായ ഈ പ്രറ്റോറിയൻ ഗാർഡ്സ്, അകമ്പടി പട്ടാളക്കാർ, അവർ ഊണിലും ഉറക്കത്തിലും പൗലോസിന്റെ കൂടെയുണ്ട്. പൗലോസിന് എങ്ങോട്ട് തിരിഞ്ഞാലും ഇവരെ കൂടാതെ മുമ്പോട്ട് തിരിയാനായിട്ട് സാധിക്കില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ, വായിക്കുമ്പോൾ, ഉറങ്ങുമ്പോഴൊക്കെ അവരും കൂടെ ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പറഞ്ഞേനെ, അയ്യോ എൻ്റെ സ്വാതന്ത്ര്യം മുഴുവൻ പോയി, എനിക്ക് ഒരു സ്വാതന്ത്ര്യവുമില്ല എന്ന് നാം പറഞ്ഞേനെ. പൗലോസ് പറയുന്നത് അങ്ങനെയല്ല. പൗലോസ് പറയുന്നത്, വാട്ട് ആൻ ഓപ്പർച്യൂണിറ്റി, എത്ര വലിയൊരു അവസരമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും ഒരു അകമ്പടി പട്ടാളക്കാരൻ എൻ്റെ അടുത്തുണ്ട്. ഒരു പക്ഷേ ഷിഫ്റ്റ് അനുസരിച്ച് അവർ 2ഓ 3ഓ ഷിഫ്റ്റ് അനുസരിച്ച് ഓരോ അകമ്പടി പട്ടാളക്കാരൻ മാറി മാറി വരുമായിരിക്കാം. പൗലോസ് പറയാണ്, ഞാൻ എങ്ങും പോകേണ്ട ആവശ്യമില്ല, എനിക്ക് എൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഇവരോട് സുവിശേഷം അറിയിക്കാം. ഒരുപക്ഷെ സ്വതന്ത്രനായിട്ട് റോമയിൽ എത്തിയിരുന്നെങ്കിൽ ഈ അകമ്പടി പട്ടാളക്കാരിൽ ഒരുത്തനെ പോലും കാണുവാൻ പൗലോസിന് അവസരം കിട്ടുമായിരുന്നിരിക്കില്ല. ബട്ട് ഹിയർ ക്യാപ്റ്റീവ് ഓഡിയൻസ് അവരുടെ മുമ്പിൽ ഇരിക്കുക. അവരോട് പൗലോസ് എന്ത് ചെയ്യുന്നു, പൗലോസ് എന്ത് സംസാരിക്കുന്നു, അതൊക്കെ അവർ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. പൗലോസ് പാടുന്നത് കേൾക്കാതിരിക്കാൻ അവർക്ക് പറ്റുകയില്ല. പൗലോസ് തിരുവചനങ്ങൾ വായിക്കുമ്പോൾ അത് കേൾക്കാതിരിക്കാൻ കഴിയില്ല. പൗലോസ് വിശ്വാസികളെ ഉപദേശിക്കുമ്പോൾ ഇവരും കേട്ടുകൊണ്ടിരിക്കുകയാണ്. പൗലോസ് മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഇവരും കേട്ടുകൊണ്ടിരിക്കുക. ഓരോ തവണയും ഒരു പുതിയ അകമ്പടി പട്ടാളക്കാരൻ പൗലോസിന്റെ ചുമതലയേൽക്കുമ്പോൾ പുതിയൊരു അവസരം പൗലോസിന് കൈവരികയാണ്. അങ്ങനെ സംഭവിച്ചപ്പോൾ 13-ാം വാക്യത്തിൽ നാം വായിച്ചത്, അകമ്പടി പട്ടാളത്തിലൊക്കെയും ശേഷം എല്ലാവർക്കും തെളിവായി വന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ അകമ്പടി പട്ടാളക്കാർ ഒരു കാര്യം റെക്കഗ്നൈസ് ചെയ്തു, ഒരു കാര്യം തിരിച്ചറിഞ്ഞു. ഈ മനുഷ്യൻ മറ്റേത് തടവുകാരനെയും പോലെ അല്ല. ഇയാൾ ഒരിക്കലും ഭക്ഷണത്തെക്കുറിച്ച് പരാതി പറയുന്നില്ല. ഇയാൾ ഒരിക്കലും തനിക്കുള്ളതായ പരിമിതികളെക്കുറിച്ച്, നിയന്ത്രണങ്ങളെക്കുറിച്ച് പരാതിപ്പെടുന്നില്ല. അയാൾ ഒന്നില്ലെങ്കിൽ വായിക്കുകയാണ്, അല്ലെങ്കിൽ പാടുകയാണ്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും അല്ലാത്തപ്പോൾ അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അകമ്പടി പട്ടാളക്കാരെന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എലീറ്റ് ഗാർഡാ, നമ്മുടെ SPG പോലെയൊക്കെയാ, അല്ലേ, സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഫോഴ്സ് പോലെയാ. അവരവരുടെ വികാരങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നതിൽ ഇമോഷൻലെസ്സാ. യാതൊരു വികാര പ്രകടനവും അവരുടെ മുഖത്ത് കാണാറില്ല. അവരവരുടെ ഉത്തരവാദിത്വത്തിൽ പൂർണ്ണസമയം ജാഗരൂകരായ പടയാളികളാണ്. വെൽ ട്രെയിൻഡ്, നല്ല അഭ്യാസം ലഭിച്ചതായ പടയാളികളാണെന്നുള്ള കാര്യം ഓർക്കുക. കാരണം അവർക്കറിയാം, ഈ തടവുകാരൻ രക്ഷപ്പെട്ടാൽ അവരുടെ ജീവൻ പകരം കൊടുക്കേണ്ടി വരുമെന്നറിയാം. പക്ഷേ പൗലോസിൽ വ്യാപരിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി, പൗലോസിൽ നിന്ന് പ്രതിഫലിച്ചതായ ക്രിസ്തുവിന്റെ സ്നേഹവും സന്തോഷവും അവരുടെ ഹൃദയങ്ങളെ പതുക്കെ 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 സ്വാധീനിക്കാനായിട്ട് തുടങ്ങി. ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുന്നത്, അവരിൽ ചിലരെങ്കിലും സാവകാശം കിട്ടിയപ്പോൾ പൗലോസിനോട് തങ്ങളുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ പങ്കുവെച്ചു കാണും, അല്ലെങ്കിൽ എന്തായി പറയുന്നത് എന്ന് ചോദിച്ചു കാണും. സാവധാനത്തിൽ പൗലോസ് ഓരോരുത്തരോടായിട്ട് സുവിശേഷം പങ്കുവയ്ക്കുവാനായിട്ട് തുടങ്ങി. അതാ നമ്മൾ വായിച്ചത്, എൻ്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നുവെന്ന് അകമ്പടി പട്ടാളത്തിൽ ഒക്കെയും തെളിവായി എന്ന് പൗലോസ് പറയുന്നു. പക്ഷേ ഈ അകമ്പടി പട്ടാളക്കാർ കേട്ടത് പൗലോസിനെ കുറിച്ചല്ല, പൗലോസിന്റെ കർത്താവിനെ കുറിച്ചാണ് കേട്ടത്. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ റിസൾട്ട് എന്താണെന്ന് നാം വായിക്കുന്നുണ്ട്. ഫിലിപ്പി ലേഖനം 4:22, വിശുദ്ധന്മാർ എല്ലാവരും കൈസറുടെ അരമനയിലുള്ളവരും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. അനുമാനങ്ങളെ നമുക്കവിടെ സാധിക്കുള്ളൂ. കൈസറുടെ അരമനയിൽ ചില വിശുദ്ധന്മാർ ഉളവാകുവാൻ കാരണമായി തീർന്നു പൗലോസിന്റെ 2 കൊല്ലത്തെ ഈ സുവിശേഷീകരണ ദൗത്യം. ഒരുപക്ഷെ അകമ്പടി പട്ടാളക്കാരിൽ രക്ഷിക്കപ്പെട്ടവർ കൈസറുടെ അരമനയിൽ അവരുടെ പരിചയക്കാരുടെ ഇടയിൽ
ആ രാജകുടുംബത്തിൻ്റെ ഇടയിൽ, പ്രഭു കുടുംബങ്ങളുടെ ഇടയിൽ ഈ സുവിശേഷം പങ്കുവെച്ച് കാണാം. ചില മാന്യ സ്ത്രീകളോട് ഈ സുവിശേഷം പങ്കുവെച്ച് കാണാം. അവരും ഒരുപക്ഷെ പൗലോസിനെ അന്വേഷിച്ച് ഈ വാടകയ്ക്ക് വാങ്ങിയ വീട്ടിൽ വന്ന് ദൈവത്തിൻ്റെ ആലോചന കേട്ട് കാണാമായിരിക്കാം. എൻ്റെ അനുമാനങ്ങളാണ് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. 3 നൂറ്റാണ്ടുകൾ കടന്നുപോയപ്പോൾ ഒരു റോമൻ ചക്രവർത്തി താൻ ക്രിസ്തു വിശ്വാസിയാണെന്ന് പ്രഖ്യാപിച്ചു. കോൺസ്റ്റന്റൈൻ ദ ഗ്രേറ്റ്, കോൺസ്റ്റന്റൈൻ മഹാരാജ് ചക്രവർത്തി. അത് ക്രിസ്തീയ വിശ്വാസം റോമൻ സാമ്രാജ്യത്തിലുടനീളം അംഗീകരിക്കപ്പെട്ട മതമായിട്ട് മാറ്റുവാൻ ഇടയായിത്തീർന്നു. നാം വിശ്വാസ പ്രമാണം എന്ന് കരുതുന്നതായ നിഖ്യാവിശ്വാസ പ്രമാണം എഴുതി ഉണ്ടാക്കുവാനായിട്ട് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലഘട്ടങ്ങളിലാണ് ഇടയായിത്തീർന്നത്. എന്നാൽ അതിൻ്റെ വിത്ത് വിതയ്ക്കപ്പെട്ടത് റോമയിലെ ഒരു വീട്ടുതടങ്കലിൽ ആണ് എന്ന കാര്യമാണ് നാം തിരിച്ചറിയേണ്ടത്. പൗലോസ് പറയുന്നു, എനിക്ക് സംഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു. എല്ലാ തലമുറകളിലും ദൈവം ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നാം അറിയണം. വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ മാത്രമല്ല, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ് എന്ന് നാം തിരിച്ചറിയണം. പലപ്പോഴും നാം ഇതൊരു തിരിച്ചടിയാണ്, പുരോഗതിക്കൊരു തടസ്സമാണ്, ഒരു സെറ്റ് ബാക്ക് ആണ് എന്ന് ചിന്തിക്കുന്ന പല കാര്യങ്ങളും, അസാധ്യമെന്ന് ചിന്തിക്കുന്നതായ പല സാഹചര്യങ്ങളെയും ദൈവം സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമാക്കി തീർക്കുന്നു എന്നത് ചരിത്രം പ്രഖ്യാപിക്കുന്നതായ ഒരു യാഥാർത്ഥ്യമാണ്. 1-ാം നൂറ്റാണ്ടിലെ യെരൂശലേമിലെ സഭയിലേക്ക് നിങ്ങൾ പോയാൽ സ്തേഫാനോസ് കൊല്ലപ്പെട്ടു, രക്തസാക്ഷിത്വം വരിച്ചു. അതിനുശേഷം ഒരു വലിയ പീഡനം സഭ നേരിടേണ്ടതായിട്ട് വന്നു. സ്തേഫാനോസ് കൊല്ലപ്പെട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ചോദ്യം, ഒരുപക്ഷെ അന്നത്തെ വിശ്വാസികളുടെ മനസ്സിൽ ആദ്യം ഉയർന്നതായ നിലവിളി, അയ്യോ ഇനി എന്ത് സംഭവിക്കും, ഇതെന്തൊരു വലിയ ദുരന്തമാണ്, എന്തുകൊണ്ട് കർത്താവ് ഇത് അനുവദിച്ചു? ഇത്ര ചുറിയുറുക്കുള്ള ഒരു നേതാവ്, അവൻ സംസാരിച്ച ജ്ഞാനത്തോട് എതിർത്ത് നിൽപ്പാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല എന്ന് നാം വായിക്കുന്നുണ്ട്. പക്ഷേ അവന് ഇപ്പോൾ ഇല്ല. എത്ര നല്ലൊരു സഹോദരനായിരുന്നു, എത്ര നല്ല ചൂടുള്ള തീക്ഷ്ണതയുള്ള പ്രസംഗമായിരുന്നു. എല്ലാം അവസാനിച്ചു. പീഡനം ആരംഭിച്ചു സഭയ്ക്ക്. ക്രിസ്തു സഭയിലുള്ള വിശ്വാസികൾ ചിതറപ്പെട്ടു. ഇനി എന്ത് ചെയ്യാനായിട്ട് സാധിക്കും എന്ന ചിന്ത ചിലരെങ്കിലും ആലോചിച്ചു കാണും. പക്ഷേ അതിൻ്റെ നടുവിൽ ദൈവം ചില കാര്യങ്ങൾ പ്രവർത്തിച്ചു. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം ആരംഭിക്കുന്നത്, അതിൻ്റെ 1-ാം വാക്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോസ്തല പ്രവൃത്തി 8-ന്റെ 1 ആരംഭിക്കുന്നത്, അവനെ കൊല ചെയ്യുവാനായിട്ട് ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് 4-ാം വാക്യത്തിൽ പറയുകയാണ്, ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെ സഞ്ചരിച്ചു. ഏറെ താമസിയാതെ യെരൂശലേമിൽ നിന്ന് സുവിശേഷം ശമര്യ പട്ടണത്തിലെത്തി. പിന്നീട് അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിലേക്ക് നാം പോകുമ്പോൾ സുവിശേഷം ജാതികളുടെ ഇടയിലേക്ക് വ്യാപിക്കുന്നത് നാം കാണുന്നുണ്ട്. അവിടെ ജാതികളുടെ ഇടയിൽ സഭകൾ ആരംഭിക്കുന്നു. അന്ത്യോക്യയിൽ, അന്ത്യോക്യയിൽ ഒരു ജാതികളുടെ സഭ ആരംഭിക്കുന്നു. പിന്നീട് ആ സഭയാണ് ആസിയയിലും യൂറോപ്പിലും ഒക്കെയുള്ള സുവിശേഷീകരണത്തിന് കേന്ദ്രമായിട്ട് നിൽക്കുന്നത്. അവിടെ നിന്നാണ് അപ്പോസ്തലനായ പൗലോസും തൻ്റെ മിഷണറി യാത്രകൾ ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്തത് എന്ന് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അപ്രതീക്ഷിതം നാം കരുതുന്നത്, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് നാം ചോദിക്കുന്ന പല കാര്യങ്ങളുടെയും ഉത്തരം, എനിക്ക് സംഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് ചിന്തിപ്പാൻ നമുക്ക് പ്രേരണയാകേണ്ടതാണ്. എങ്ങനെയാ ദൈവം നമ്മുടെ കഷ്ടതകളെ, നമ്മുടെ പ്രതികൂലങ്ങളെ, നമ്മുടെ സെറ്റ് ബാക്സിനെ ഉപയോഗിക്കുവാൻ പോകുന്നത്, സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്കായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് എന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. നാം പലപ്പോഴും സാഹചര്യങ്ങളെയാണ് നോക്കുന്നത്. എന്നിട്ട് പക്ഷേ ഈ സാഹചര്യങ്ങളെ അനുവദിച്ച ദൈവത്തിൻ്റെ പർപ്പസസിനെ, ഉദ്ദേശങ്ങളെ പലപ്പോഴും മറന്നുപോകുന്നു, അല്ലെങ്കിൽ കാണാതെ പോകുന്നു. നാം പലപ്പോഴും നമ്മുടെ വിളിയെ മറക്കുന്നു. നാം അവൻ്റെ ദാസന്മാരാണ്, അവൻ്റെ ഡ്യൂലോസ്, അവൻ്റെ അടിമകളാണ് എന്ന് മറന്നുപോകുന്നു. നമ്മുടെ ജീവിതം അവൻ്റെ മഹത്വത്തിനായിട്ടാണ് ഉപയോഗിക്കേണ്ടത് എന്നത് പലപ്പോഴും നാം മറന്നു പോകുന്നില്ലേ എന്ന് ചിന്തിക്കേണ്ടതാണ്. ഒരു കാര്യം മറക്കരുത്, ദൈവം നമ്മെ ചങ്ങല നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചാൽ, സെറ്റ് ബാക്സ് നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചാൽ, പ്രതികൂലമായ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചാൽ, അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് എന്ന് മാത്രമല്ല, അത് സഹിപ്പാനായിട്ട് നമുക്ക് കഴിയും എന്നവൻ അറിയുന്നുണ്ട്. സഹിപ്പാൻ കഴിയുന്നതിന് മീതെ അവനൊന്നും അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിൽ കൂടെ കടന്നു പോകുവാനും
അതിൽ കൂടെ ക്രിസ്തുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും നമ്മെ ശക്തീകരിപ്പാനായിട്ട് അവൻ ശക്തനാണ്. അങ്ങനെ ഒരു ദൈവമാണ് നമുക്കുള്ളത്. അപ്പോൾ റോമയിൽ ഈ വീട്ടിൽ തടങ്കിലായിരുന്ന അപ്പോസ്തലനായ പൗലോസ് ഒരു പ്രിസൺ മിനിസ്ട്രി തുടങ്ങി എന്ന് പറഞ്ഞാൽ അത് 100% ശരിയാണ്. മറ്റ് തടവുകാർക്കല്ല താൻ ശുശ്രൂഷിച്ചത്, സ്വതന്ത്രരായ ആളുകൾക്ക് വേണ്ടിയാണ് തൻ്റെ ശുശ്രൂഷ നടത്തിയത്. അത് മാത്രമല്ല പൗലോസ് സാധിച്ചത്, ആ 2 വർഷത്തെ തടവ് കാലത്തിനുള്ളിൽ 5 ലേഖനങ്ങളെങ്കിലും അപ്പോസ്തലനായ പൗലോസ് എഴുതിയതായിട്ട് നമുക്ക് വായിക്കുവാൻ കഴിയും. അതിൽ 4 എണ്ണമെങ്കിലും വിശുദ്ധ ബൈബിളിൻ്റെ ഭാഗമായിട്ട് നമുക്കുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 28:30 നാം വായിച്ചത്, വിഘ്നം കൂടാതെ, തടസ്സം കൂടാതെ അവൻ ദൈവവചനം പ്രസംഗിച്ചു എന്ന യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ 2 വർഷം തടവിൽ താൻ ആയപ്പോൾ ദൈവരാജ്യത്തിന് എന്തെങ്കിലും നഷ്ടം വന്നോ? ആബ്സല്യൂട്ട്ലി നത്തിങ്. യാതൊന്നും നഷ്ടം വന്നില്ല. അതാണ് നാം തിരിച്ചറിയേണ്ടത്. കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിന്റെ ഫോക്കസ് ആകുമ്പോൾ ഏതൊരു പ്രിസണും ഏതൊരു തടവറയും ശക്തമായൊരു ഒരു പ്രസംഗപീഠമായിട്ട് മാറ്റുവാൻ ദൈവത്തിന് കഴിയും എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. ചരിത്രത്തിൽ ഇനിയും ഉടനീളം പരിശോധിച്ചാൽ ഇനിയും അനേകം ഉദാഹരണങ്ങൾ ആനുകാലിക ചരിത്രത്തിൽ തന്നെ ഉണ്ട് എന്ന കാര്യം ഓർക്കണം. ഞാൻ 1-2 പേരുടെ പേര് നിങ്ങളുടെ ശ്രദ്ധയ്ക്കായിട്ട് കൊണ്ടുവരാം. ഒരുപക്ഷെ നിങ്ങൾക്ക് അവരെ വളരെ പരിചയമുണ്ടായിരിക്കാം. ഫാനി ക്രോസ്ബിയെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. 8000-ലധികം ക്രിസ്തീയ ഗാനങ്ങൾ രചിച്ചതായ ഫാനി ക്രോസ്ബി. അവൾ കാഴ്ചയുള്ളവളായിട്ടാണ് ജനിച്ചതെങ്കിലും ഏതാണ്ട് 6 മാസം പ്രായമുള്ളപ്പോൾ അവളുടെ കാഴ്ച നഷ്ടപ്പെട്ടു. തികച്ചും യാദൃശ്യമായ കാരണങ്ങളാൽ കാഴ്ച നഷ്ടപ്പെട്ടു. പക്ഷേ അവളുടെ ഉള്ളിലൊരു സുവിശേഷത്തിന്റെ വെളിച്ചം, ഒരു തീ കത്തുന്നുണ്ടായിരുന്നു. 8000-ലധികം സുവിശേഷ ഗാനങ്ങൾ, ഹൃദയത്തെ തൊടുന്നതായ, സ്പർശിക്കുന്നതായ ഗാനങ്ങൾ രചിച്ച് ഫലപ്രദമായൊരു ശുശ്രൂഷ നിർവഹിക്കാനായിട്ട് ഫാനി ക്രോസ്ബിക്ക് കഴിഞ്ഞു എന്നുള്ള കാര്യം ഓർക്കുക. തൻ്റെ കഷ്ടതയെക്കുറിച്ച് പരാതി പറയുന്നവളായിട്ടല്ല ഫാനി ക്രോസ്ബിയെ നമ്മൾ കാണാം. ജോനി എറിക്സൺ ടാഡ നിങ്ങൾക്ക് പരിചയമുണ്ട്. ജീവനോടെ ഇരിക്കുന്നൊരു ദൈവദാസി. തൻ്റെ 17-ാം വയസ്സിൽ തനിക്കൊരു ഡൈവിംഗ് ആക്സിഡന്റിൽ പാരാപ്ലജിക്കായി 52 വർഷത്തിലധികമായിട്ട് വീൽ ചെയറിലാണ് ആ സഹോദരി ഇപ്പോഴും. എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു എന്നല്ല ചോദിച്ചത്. ജോനി ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞൊരു സുവിശേഷ സംഘടന ഉണ്ടാക്കി സമാനമായ വൈകല്യങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരെ സുവിശേഷത്തിലേക്കും സമാധാനത്തിലേക്കും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിലേക്കും ആകർഷിപ്പാൻ ആ സഹോദരിക്ക് കഴിഞ്ഞു എന്നുള്ള കാര്യം ഓർക്കുക. ഈ കഷ്ടതയുടെ നടുവിലും ആ സഹോദരിക്ക് ക്യാൻസറും വന്നു, അത് റിലാപ്സ് വന്നു. ഇതിലൂടെയൊക്കെ ആ സഹോദരി കടന്നുപോയതിൻ്റെ ചരിത്രം നമ്മുടെ മുമ്പിൽ ഉണ്ട്. നിക് വിയൂച്ചിച്ചിനെ നിങ്ങൾക്കറിയാം. ജന്മന 2 കാലുകളും കൈകളും ഇല്ലാത്തതായ ഒരു സഹോദരൻ. അയ്യോ എനിക്കിത് സംഭവിച്ചല്ലോ എന്ന് നിരാശനായിട്ടിരിക്കുകയല്ല ചെയ്യുന്നത്. എനിക്ക് സംഭവിച്ചത് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് അഭിവൃദ്ധിക്ക് കാരണമായി എന്ന് ചിന്തിപ്പാൻ കർത്താവിന് വേണ്ടി ഒരു നല്ല മോട്ടിവേഷണൽ സ്പീക്കർ ആകുവാനായിട്ട് കർത്താവ് ഉപയോഗിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ദാസൻ അനേകം പേരുണ്ട്. പ്രിയമുള്ളവരെ, ഇത് നാം തിരിച്ചറിയേണ്ടതാണ്. കഷ്ടതയും തടവും ഒന്നും ആരെയും ഉത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളല്ല ആണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, തീർച്ചയായിട്ടുമല്ല. പക്ഷെ നാം എങ്ങനെ അതിൽ കൂടെ കടന്നു പോകുന്നു, അതെങ്ങനെ സഹിക്കുന്നു എന്നുള്ളത് അനേകരുടെ ജീവിതത്തെ സ്വാധീനിപ്പാനായിട്ട് കഴിയുമെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോസ്തലനായ പൗലോസിന്റെ ഈ ജീവിത ശൈലി, കഷ്ടതയിലും വെളിപ്പെട്ടതായ ഉത്സാഹവും സന്തോഷവും റോമയിലുള്ള വിശ്വാസികളെ തന്നെ ഏറെ ഉത്സാഹിപ്പിക്കുവാൻ ഇടയായി തീർന്നതിനെ കുറിച്ച് നാം 14-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. സഹോദരന്മാർ മിക്ക പേരും എൻ്റെ ബന്ധനങ്ങളാൽ കർത്താവിൽ ധൈര്യം പൂണ്ട് ദൈവത്തിന്റെ വചനം ഭയം കൂടാതെ പ്രസ്താവിപ്പാൻ അധികം തുനിയുകയും ചെയ്തിരിക്കുന്നു. റോമയിലുള്ള വിശ്വാസികൾ, ക്രിസ്തു വിശ്വാസികൾ, അവർ പലപ്പോഴും വളരെ നിശബ്ദരായിട്ട് പരസ്യമായ ഒരു സുവിശേഷീകരണ ദൗത്യത്തിൽ ഏർപ്പെടാതെ രഹസ്യമായി കഴിഞ്ഞ വിശ്വാസികളാണ്. കാരണം അവര് സാമ്രാജ്യത്തിന്റെ ക്യാപിറ്റലിലാണ്. അവിടെ പരസ്യമായ സുവിശേഷീകരണ വേല തീർച്ചയായിട്ടും വളരെ പ്രതികൂലങ്ങൾ ഉണ്ടാക്കാവുന്നതായ ഒരു സാഹചര്യമാണ്. എന്നാൽ മൗനികളായിട്ടിരുന്ന ആ പ്രിയപ്പെട്ടവർ പൗലോസിന്റെ ജീവിതത്തിലെ ഈ തീഷ്ണത കണ്ടപ്പോൾ, പൗലോസ് തടവറയിൽ വെച്ച് എന്ത് സാധിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവരും ഉത്സാഹഭരിതരായി. അതുവരെ മൗനികളായിട്ടിരുന്നവർ അവരും ധൈര്യം കൊണ്ട് സുവിശേഷം അറിയിക്കാനായിട്ട് തുടങ്ങി.
സംതിങ് ഇമ്പോസിബിൾ, അസാധ്യമെന്ന് കരുതിയ ഒരു കാര്യം. അപ്പോൾ പൗലോസിന്റെ തടവറ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീരുകയാണ് ചെയ്തു. സന്തോഷത്തോടെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളോട് നമ്മൾ കടന്നു പോകുമ്പോൾ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെ യാഥാർത്ഥ്യത്തെയാണ് നാം മറ്റുള്ളവരോട് പ്രസംഗിക്കുന്നത്. അത് അനേകരുടെ ജീവിതത്തെ സ്വാധീനിക്കും. വാക്കുകൾ കൊണ്ടല്ല, അവരുടെ ജീവിതം കണ്ട് സ്വാധീനിക്കാനായിട്ട് ഇടയായിത്തീരും. റോമയിലുള്ള എല്ലാ വിശ്വാസികളും പൗലോസിന്റെ ഈ തടവറ നിമിത്തം സന്തോഷത്തോടെ അല്ല സുവിശേഷം അറിയിച്ചത്. അത് നാം വായിക്കുന്നുണ്ട്. 16-17 വാക്യങ്ങൾ, 15-16-17 വാക്യങ്ങൾ, 1-ാം അധ്യായത്തിന്റെ 15-16-17. ചിലർ ക്രിസ്തുവിനെ അസൂയയും പിണക്കവും നിമിത്തം പ്രസംഗിക്കുന്നു, ചിലരോ നല്ല മനസ്സോടെ തന്നെ. അവർ സുവിശേഷത്തിന്റെ പ്രതിവാദത്തിനായിട്ട് ഞാൻ ഇവിടെ കിടക്കുന്നു എന്ന് അറിഞ്ഞിട്ട് അത് സ്നേഹത്താൽ ചെയ്യുന്നു. മറ്റവരോ എന്റെ ബന്ധനങ്ങളിൽ എനിക്ക് ക്ലേശം വരുത്തുവാൻ ഭാവിച്ചുകൊണ്ട് നിർമ്മലതയോടെയല്ല, ശാഠ്യത്താൽ അത്രേ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. അങ്ങനെയും ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു. പൗലോസിന് വരുന്ന നന്മ, പൗലോസിന്റെ പേര് ഒരുപക്ഷെ പ്രശസ്തമാകുന്നത് അതിൽ അത്ര സന്തോഷമില്ലാത്തവർ, അവരും ഉത്സാഹത്തോടെ ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ തുടങ്ങി. പൗലോസ് പറയാ, ഏതു വിധമായാലും ക്രിസ്തുവിനെ അല്ലോ പ്രസംഗിക്കുന്നത്, ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു, ഇതിൽ ഞാൻ ആനന്ദിക്കുന്നു. ലുക്ക് അറ്റ് ദാറ്റ് ആറ്റിറ്റ്യൂഡ്. ആ മനോഭാവം നമ്മളൊന്ന് കാണേണ്ടതാണ്. എനിക്ക് സംഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു. അവരുടെ തെറ്റായ മനോഭാവങ്ങൾ പൗലോസിന്റെ സന്തോഷത്തെ കവർന്നു കളയാനായിട്ട് പൗലോസ് അനുവദിക്കുന്നില്ല. പൗലോസിന് ഭൗമികമായൊരു നേട്ടമോ ഒരു പ്രശസ്തിയോ താൻ ആഗ്രഹിച്ചിട്ടില്ല. ക്രിസ്തു മഹത്വപ്പെടണം എന്നല്ലാതെ മറ്റൊന്നും ആഗ്രഹിച്ചില്ല എന്ന് കാണുവാനായിട്ട് സാധിക്കും. രസകരമായിട്ട് നമുക്ക് തോന്നാവുന്ന സംഗതി, പൗലോസിന് ക്ലേശം വരണമെന്ന് വിചാരിച്ചുകൊണ്ട് റോമയിൽ സുവിശേഷം അറിയിച്ച വിശ്വാസികളെ ഒന്നും കർത്താവ് അടിച്ചിരുത്തിയിരുന്നില്ല. എന്നാലും എൻ്റെ ദാസനായ പൗലോസിനോട് ഇങ്ങനെ ചെയ്യാമോ എന്ന് ചോദിച്ച് കർത്താവ് അവരെ ശിക്ഷിച്ചൊന്നുമില്ല. അവർ പ്രസംഗിച്ചു. അവരുടെ സുവിശേഷം കേട്ടും ചിലരെങ്കിലും രക്ഷിക്കപ്പെട്ടു എന്ന് ഞാൻ കരുതുക. അപ്പോൾ പലപ്പോഴും എൻ്റെ പരാജയങ്ങളും എൻ്റെ തെറ്റായ താല്പര്യത്തിൽ നിന്ന് ഞാൻ സുവിശേഷം അറിയിക്കുന്നത് പോലും ദൈവം തൻ്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ തെറ്റിനെ ഞാൻ ന്യായീകരിക്കുകയല്ല, പക്ഷേ എൻ്റെ പരാജയങ്ങൾ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ഒരു തടസ്സമല്ല എന്ന് നാം തിരിച്ചറിയണം. നമുക്കൊക്കെ ദൈവം വ്യത്യസ്തമായ കൃപകളും കൃപാവരങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു ശരീരമായിട്ട്, ഒരു സഭയായിട്ട്, പ്രാദേശികമായൊരു സഭയായിട്ട് നിലനിൽക്കുവാനായിട്ട് കഴിയില്ല. ഒരു ശരീരത്തിൽ വ്യത്യസ്ത അവയവങ്ങളുണ്ട്, അവയ്ക്കൊക്കെ വ്യത്യസ്തമായ കൃപകളും കൃപാവരങ്ങളും നൽകപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അത് നാം വിശ്വസ്തയോടുകൂടി കൈകാര്യം ചെയ്യുമ്പോഴാണ് ക്രിസ്തുവിന്റെ നാം മഹത്വപ്പെടുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എങ്ങനെയായാലും ക്രിസ്തുവിന്റെ നാം മഹത്വപ്പെടണം. എന്നിട്ട് 19-ാം വാക്യത്തിൽ പറയുകയാണ്, 1:19, നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശു ക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്താലും അതെനിക്ക് രക്ഷാകാരണമായി തീരും എന്ന് ഞാൻ അറിയുന്നു. സോ ഇറ്റ് വിൽ ബി ഡെലിവറൻസ് ടു മീ. പൗലോസ് പറയുകയാണ്, ഈ പ്രവർത്തനങ്ങളും ഈ കർത്താവിന്റെ നാമം മഹത്വപ്പെടുന്നത് ഒരുപക്ഷെ എനിക്ക് രക്ഷയ്ക്ക് കാരണമായി തീരും. എന്താ പൗലോസ് അർത്ഥമാക്കിയത് എന്ന് വ്യക്തമല്ല. ഒരുപക്ഷെ തൻ്റെ പ്രതിവാദത്തിൽ ചക്രവർത്തി തനിക്ക് ആനുകൂല്യം, തൻ്റെ പ്രതിവാദം കേട്ടിട്ട് തന്നെ സ്വതന്ത്രനായി വിടുമെന്ന് പൗലോസ് കരുതിയിരിക്കുവാൻ ന്യായമുണ്ട്. അങ്ങനെ സംഭവിക്കുകയും ചെയ്തു 1-ാം പ്രതിവാദത്തിൽ. ഇനി അതല്ല സംഭവിക്കുന്നത്, തനിക്ക് അതിൻ്റെ പ്രതികൂലമായൊരു വിധി ഉണ്ടായി, താൻ മരണശിക്ഷ സഹിക്കേണ്ടി വന്നാലും അവിടെയും കർത്താവ് മഹത്വപ്പെടും. 20-ാം വാക്യം നോക്കുക, 1:20. അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എൻ്റെ ശരീരത്തിങ്കൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെത്താൻ ക്രിസ്തു എൻ്റെ ശരീരത്തിൽ മഹത്വപ്പെടുകയുള്ളൂ. എനിക്ക് സംഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു. 2 things. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെയും സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീരുന്നു. ജീവനാലാകട്ടെ മരണത്താലാകട്ടെ ക്രിസ്തു എൻ്റെ ശരീരത്തിൽ മഹത്വപ്പെടുകയുള്ളൂ എന്ന പൗലോസിന്റെ തീരുമാനം. അപ്പൊ പൗലോസ് പറയുന്നത് എന്താണെന്ന് നമ്മൾ ധരിക്കണം, മനസ്സിലാക്കുക. ഒന്നുകൂടെ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എന്ന് പറയുമ്പോൾ പൗലോസ് പറയുന്നത്, എൻ്റെ കഥ തീർന്നു, ഇനി എനിക്കൊരു ഭാവിയില്ല, ആശയ്ക്ക് യാതൊരു വകയുമില്ല, മുൻപോട്ട് നോക്കിയാൽ ഒന്നുമില്ല, ഇരുട്ടാണ് ഞാൻ കാണുന്നത് എന്നൊന്നും അല്ല പറയുന്നത്. ഈ ലോകത്തിൽ ജീവിപ്പാൻ ദൈവം ഇനിയും ഒരു ദിവസം നൽകുന്നുവെങ്കിൽ
നാളെ ഒരു ദിവസം ഉണ്ടെങ്കിൽ അത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്കായിട്ടായിരിക്കും, ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ മഹത്വപ്പെടേണ്ടത്. അല്ല, ഇന്നത്തോടുകൂടി തീർന്നു, എൻ്റെ ജീവൻ അവസാനിക്കുന്നു എന്ന് കരുതേണ്ടി വന്നാൽ, അല്ലല്ല, അതിലും നിരാശയില്ല. കാരണം അപ്പോൾ ഞാൻ മഹത്വത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുവാനായിട്ട് പോവുകയാണ്. ഇത് തന്നെ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും പറഞ്ഞത്, ആ എബ്രായ യൗവനക്കാർ പറഞ്ഞത്. അവര് ഒരു പ്രതിസന്ധിയുടെ നടുവിലാണ്, ഒരു തീരുമാനത്തിന്റെ മുൻപിൽ അവർ നിന്നത്. അവർ പറഞ്ഞു, അവർ ദൈവത്തിന് മുമ്പാകെ ഉപാധികളൊന്നും വെക്കുന്നില്ല, കർത്താവെ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം, ഇല്ലല്ല. അവർ പറയുന്നു, ലൈഫ് ഓർ ഡെത്ത് ഡസൻറ്റ് മാറ്റർ, ജീവനോ മരണമോ ഒരുപോലെ ഞങ്ങൾക്ക് സന്തോഷകരമാണ്, ഒരുപോലെ സ്വീകാര്യമാണ്. അത് തന്നെ പൗലോസിന്റെയും മനോഭാവം എന്ന് നാം ഓർക്കേണ്ടതാണ്. അപ്പോൾ നാം തിരിച്ചറിയേണ്ടതായ യാഥാർത്ഥ്യം, നാം ഒരിക്കലും ആഗ്രഹിക്കാത്തതായ, പ്രതീക്ഷിക്കാത്തതായ പല സാഹചര്യങ്ങളിലൂടെയും വിശ്വാസികൾ എന്ന നിലയിൽ, വ്യക്തികൾ എന്ന നിലയിൽ, കുടുംബങ്ങളായിട്ടും വ്യക്തികളായിട്ടും നാം കടന്നു പോകേണ്ടതായിട്ട് വന്നേക്കാം. ആ സാഹചര്യങ്ങളൊക്കെ നമ്മുടെ സമനിലയെ തെറ്റിക്കുകയും നമ്മുടെ ജീവിതത്തെ താറുമാറാക്കുകയും നമ്മെ ഇപ്പോൾ മുക്കിക്കളയുകയും ചെയ്യും എന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. തൊഴിലിൽ ജോലിയിൽ സംഭവിക്കാം, കുടുംബത്തിൽ സംഭവിക്കാം, സാമ്പത്തികമായ സാഹചര്യങ്ങളിൽ സംഭവിക്കാം, നമ്മുടെ ആരോഗ്യം ഒരുപക്ഷെ നഷ്ടപ്പെട്ടു എന്ന് വന്നേക്കാം. ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ഒരു ചങ്ങലയായിട്ട് മാറാം. അയ്യോ, ഇതെന്നെ ബന്ധിച്ചിരിക്കുകയാണ്, എൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു, എനിക്കിനി ഒന്നും കർത്താവിന് വേണ്ടി ചെയ്യാൻ കഴിയുകയില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കത്തക്ക വിധത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. പക്ഷെ അതിൻ്റെ നടുവിലും പ്രവർത്തിപ്പാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അതിൻ്റെ നടുവിലും ചങ്ങലകളെ സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് വാതിലുകളായിട്ട് മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. നാം അവൻ്റെ അധികാരത്തിന്, അവൻ്റെ കർത്തൃത്വത്തിന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ അത് സാധിക്കും. അതാണ് പൗലോസ് 1-ാം വാക്യത്തിൽ പറഞ്ഞത്, ഫിലിപ്പിയൻസ് 1:1, ഞാനും തിമോത്തിയോസും ക്രിസ്തു യേശുവിൻ്റെ ദാസന്മാർ എന്ന് പറഞ്ഞു. വി ആർ ബോണ്ട് സെർവൻസ്, വി ആർ ഡ്യൂലോസ്. അപ്പോൾ പൗലോസിൻ്റെ അടിസ്ഥാനപരമായി ചിന്തിച്ചാൽ പൗലോസിൻ്റെ സന്തോഷത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കുക എന്നതിൽ നിന്ന്. അതിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത്. ഞാൻ കർത്താവിൻ്റെ ദാസനാണ്, അവനെ സേവിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലാക്ക്, അവൻ്റെ നാമം എന്നിലൂടെ മഹത്വപ്പെടുന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. എനിക്ക് സംഭവിക്കുന്നത് അവൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് മാറണം. ആ അറിവിൽ നിന്നാണ്, ഐ ആം എ സെർവൻറ്റ് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ ക്രിസ്തുവിൻ്റെ ദാസനാണ് എന്ന അറിവിൽ നിന്നാണ് ഈ ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് പൗലോസ് എത്തിച്ചേരുന്നത് എന്ന് വ്യക്തമാണ്. ദാസന്മാരായിത്തീരുക എന്ന് പറയുന്നത് ദൈവരാജ്യത്തിൽ നമ്മെക്കുറിച്ചുള്ളതായ കാഴ്ചപ്പാടാണ് എന്ന് നാം അറിയേണ്ടതാണ്. ദൈവരാജ്യം നമ്മെ കാണുന്നത് അങ്ങനെയാണ്, ക്രിസ്തുവിൻ്റെ ദാസന്മാർ, ദാസിമാർ. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ, 16-ാം അധ്യായത്തിലാണ് ഫിലിപ്പിയിലെ സുവിശേഷം എത്തുന്നതിനെ കുറിച്ച് പറയുന്നത്. അവിടെ പൗലോസിന്റെയും തിമോത്തിയോസിന്റെയും ശീലാസിന്റെയും ഒക്കെ പുറകെ നടന്നുകൊണ്ട് നിരന്തരം അവരെ അരോരസപ്പെടുത്തുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ഒരു ഭൂതാത്മാവ് ബാധിച്ച ഒരു പെൺകുട്ടി. അവൾ പുറകെ നടന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? ഈ പോകുന്നവർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരാണ് എന്ന്. വി ആർ ദ സെർവൻസ് ഓഫ് ദ മോസ്റ്റ് ഹൈ ഗാഡ്. കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, 1 കൊരിന്ത്യർ 6:19 പറയുന്നത്, 1 കൊരിന്ത്യർ 6:19 പറയുന്നത്, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്ന് അറിയുന്നില്ലയോ? യു ആർ നോട്ട് യുവർ ഓൺ, യു ഹാവ് ബീൻ ബോട്ട് വിത്ത് എ പ്രൈസ്, യു ബിലോങ് ടു ക്രൈസ്റ്റ്. നാം ക്രിസ്തുവിനുള്ളവരാണ്. അപ്പൊ ഒരു ദാസനായിരിക്കുക, ഒരു അടിമയായിരിക്കുക എന്നത് നമുക്ക് പലപ്പോഴും അറപ്പുളവാക്കുന്ന അഹിതകരമായൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അതേക്കുറിച്ച് ചിന്തിപ്പാൻ പോലും കഴിയില്ല. ആരുടെയെങ്കിലും ദാസനായിരിക്കുക എന്നത് വിശ്വാസികൾക്കും പറ്റുന്നില്ല, അവിശ്വാസികൾക്കും പറ്റുന്നില്ല. ഒരു കാലത്ത് നമ്മുടെ നാട്ടില് പ്യൂൺസും അറ്റൻഡേഴ്സും ശിപായിമാരും ഒക്കെ ഉണ്ടായിരുന്നു, ഗവൺമെന്റ് ഓഫീസുകളിലൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അവരൊന്നും കാണാനില്ല. എവിടെ പോയെന്നറിയാമോ? അവരൊക്കെ ഉണ്ട് അവിടെ, പക്ഷെ പ്യൂണും അറ്റൻഡറും എന്നൊക്കെ പേര് മാറ്റി ഇപ്പോൾ അവർ ഓഫീസ് അസിസ്റ്റന്റായി. നമ്മുടെ വീട്ടിലൊക്കെ വേലക്കാരുണ്ടായിരുന്നു, വീട്ടിലൊക്കെ നമ്മെ സഹായിക്കുന്ന, അടുക്കളയിൽ നമ്മുടെ ഭാര്യമാരെ സഹായിക്കുന്ന, അമ്മച്ചിമാരെ സഹായിക്കുന്ന വേലക്കാർ. ഇന്നവരില്ല. ഇന്നവർ മെയ്ഡ്സ് അല്ലെങ്കിൽ കെയർ ഗിവേഴ്സ്, കെയർ ടേക്കേഴ്സ് ഒക്കെ ആയിട്ട് മാറി.
ആർക്കും ദാസരായിരിക്കാനായിട്ട് താല്പര്യമില്ല. എന്നാൽ ഒരു കാര്യം നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. മാനവജാതി മുഴുവനും പാപത്തിന്റെ അടിമത്വത്തിലാണ്. ഞാനും നിങ്ങളും പാപത്തിന്റെ അടിമത്വത്തിലായിരുന്നു. പ്രകൃതിയാൽ ആദാമിൽ നാം പാപികളാണ്. പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും ഒക്കെ നാം പാപത്തിന്റെ ദാസന്മാരായിരുന്നു. അതുകൊണ്ട് തന്നെ നാം മരണത്തിന് യോഗ്യരായിരുന്നു എന്നുള്ള കാര്യം ഓർക്കുക. എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന് ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നൽകി. അവന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ കാൽവരി യാഗത്തിൽ വിശ്വസിപ്പാൻ, ആ യാഗത്തിന്റെ ആനുകൂല്യം നമുക്ക് ലഭിപ്പാൻ തക്കവണ്ണം ഇടയായതുകൊണ്ടാണ് നാം ദൈവത്തിന്റെ ദാസന്മാരായി തീർന്നിരിക്കുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം അതാ പറയുന്നത്. റോമർ 6:22. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായി തീർന്നിരിക്കയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനും ആകുന്നു. റോമർ 6:16 നാം വായിക്കുന്നത്, ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ തന്നെ. രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഈതർ യു ആർ എ സ്ലേവ് ടു സിൻ ഓർ എ സ്ലേവ് ടു ദ മോസ്റ്റ് ഹൈ ഗോഡ്. ഒന്നല്ലെങ്കിൽ പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ, വിശുദ്ധീകരണത്തിന്റെ നിത്യജീവനം പ്രാപിപ്പാൻ തക്കവണ്ണം വിളിക്കപ്പെട്ട ദൈവത്തിന്റെ ദാസന്മാർ. ദർ ഇസ് നോ അതർ ചോയ്സ്. മറ്റൊരു തിരഞ്ഞെടുപ്പില്ല എന്ന് നാം അറിയേണ്ടതാണ്. അപ്പോൾ ഒരു കർത്താവായ യേശുക്രിസ്തുവിൽ നാം വിശ്വസിച്ചിരിക്കുന്നുവെങ്കിൽ, നാം ഇപ്പോൾ നമുക്കായി തന്നെ ജീവിക്കുന്നു, നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുന്നു, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ജീവിക്കുന്നുവെങ്കിൽ എവിടെയോ പ്രശ്നമുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതാണ്. ഒരുപക്ഷെ ഓരോ ദിവസവും നാം ഉണർന്നെഴുന്നേൽക്കുമ്പോൾ കർത്താവിനോട് പറയേണ്ടത്, കർത്താവേ, ഇതാ നിന്റെ ദാസൻ, ഞാൻ നിന്റെ ദാസൻ. യു ഗിവ് മീ മൈ ഓർഡേഴ്സ്, യുവർ ഓർഡേഴ്സ്. നീ പറയുക ഞാൻ എന്താ ചെയ്യേണ്ടത്. എൻ്റെ ശരീരം, എൻ്റെ ദേഹം, ദേഹി, ആത്മാവ് നിനക്കുള്ളതാ. നീ വില കൊടുത്ത് വാങ്ങിയതാ, നിന്റെ സ്വന്തമാണ്. നീ അരുളി ചെയ്യുക, അടിയൻ അനുസരിക്കാം. അതല്ല നമ്മുടെ പ്രാർത്ഥന എങ്കിൽ നാം ഇനിയും വളരേണ്ടതായിട്ടിരിക്കുന്നു. അവൻ നമ്മുടെ യജമാനെങ്കിൽ, നാം അവൻ്റെ ദാസന്മാരെങ്കിൽ നാം എന്ത് ചെയ്യണം, എവിടെ ആയിരിക്കണം, എങ്ങനെ നമ്മുടെ സമയം ചിലവഴിക്കണം, അവൻ നമുക്ക് നൽകിയിട്ടുള്ള സമ്പത്തുകൾ, റിസോഴ്സസ്, വിഭവസമ്പത്തുകൾ എങ്ങനെ ചിലവിടണം, അവൻ നമുക്ക് നൽകിയിട്ടുള്ള പണവും മറ്റും നാം എങ്ങനെ ചിലവിടണം എന്നുള്ളത് അവൻ്റെ തീരുമാനമാണ്. ഹിസ് ഡിസിഷൻ, അവൻ്റെ തീരുമാനമാണ്. എന്നിട്ട് നമുക്ക് പറയാൻ കഴിയണം, എനിക്ക് സംഭവിക്കുന്നത്, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി, അത് ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് കാരണമായി തീർന്നു. ജീവനാലാകട്ടെ മരണത്താലാകട്ടെ ക്രിസ്തു എന്നിൽ മഹിമപ്പെടുകയുള്ളൂ എന്ന് ഞാൻ അറിയുന്നു എന്ന് പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ പൗലോസിന്റെ ശുശ്രൂഷ കമ്പൽഷനിലല്ല, നിർബന്ധത്താലല്ല, സ്നേഹത്തിൽ നിന്നുള്ള ശുശ്രൂഷയാണ്. അവൻ എന്നെ സ്നേഹിച്ചു, തൻ്റെ ജീവനെ എനിക്ക് വേണ്ടി നൽകിയതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു, അവൻ്റെ അടിമയാകുവാനായിട്ട് ഞാൻ സന്നദ്ധനാണ്. ഞാൻ 2 മിനിറ്റ് കൂടി എടുത്തുകൊണ്ട് നിർത്തട്ടെ, ക്ഷമിക്കുക. വേദപുസ്തകത്തിലുടനീളം ഒരു ദാസനായിരിക്കുക എന്നുള്ളത് ഒരു ഹൈ കോളിംഗ് ആണ് എന്നും കൂടെ നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഒരു ലോലി കോളിംഗ് അല്ല, ഒരു എളിയ വിളിയല്ലാതെ ശ്രേഷ്ഠ വിളിയാണ്. അബ്രഹാം ദൈവത്തിന്റെ ദാസനായിരുന്നു, മോശ ദൈവത്തിന്റെ ദാസനായിരുന്നു. യോശുവയെക്കുറിച്ച് അവൻ എൻ്റെ ദാസൻ എന്നാ പറയുന്നു. ദാവീദിനെ കുറിച്ച് എൻ്റെ ദാസനായ ദാവീദ് എന്നാ പറയുന്നു. ദൈവത്തിന്റെ പുത്രനായ മശീഹായുടെ വരവിനെ കുറിച്ച് യെശയ്യാ പ്രവചകൻ മുൻകൂട്ടി പറയുമ്പോൾ, എൻ്റെ ദാസൻ തൻ്റെ അനേകരെ നീതിയിൽ ഭരിക്കും എന്ന് പറയുന്നു. അവൻ്റെ വിശുദ്ധന്മാരും അവൻ്റെ ഭക്തന്മാരും ഒക്കെ അവൻ്റെ ദാസന്മാർ എന്നാണ് അറിയപ്പെട്ടത് എന്ന് നാം അറിയാം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്, അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളണമെന്ന് വിചാരിക്കാതെ ദാസവേഷം എടുത്തു. ഹി ബിക്കെയിം എ ഡ്യൂലോസ്. ഒരു അടിമയായി തീരുവാനായിട്ട് അവൻ സന്നദ്ധനായി എന്നാണ് നാം പറയുന്നത്. എന്നാൽ ദാസന്മാർ എന്നും ദാസന്മാരായി നിൽക്കുന്നില്ല എന്നതും നാം തിരിച്ചറിയേണ്ടതാണ്. കർത്താവായ യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്, ഞാൻ ഇനി നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുന്നില്ല, പിതാവ് എന്നോട് സംസാരിച്ചതൊക്കെ ഞാൻ നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരത്രേ. ഈ സെർവൻഹുഡിൽ നിന്നാണ് അവനോടുള്ള ഫെലോഷിപ്പിലേക്ക് നാം വളരുന്നത് എന്നും കൂടെ നാം തിരിച്ചറിയേണ്ടത്. അബ്രഹാമിനെ കുറിച്ച് നാം പിന്നീട് വായിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹിതനായ അബ്രഹാം എന്ന്. മോശയെക്കുറിച്ച് നാം വായിക്കുന്നതും അത് തന്നെയാണ്. ദൈവം മോശയോട് ഒരു സ്നേഹിതനോട് എന്ന പോലെ അഭിമുഖമായി സംസാരിച്ചു. ദാവീദ് ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള മനുഷ്യനായിട്ട് നാം കാണുന്നു. അതിലേക്കാണ് നമ്മുടെ വിളി എന്നുള്ള കാര്യം നമുക്ക്.
ഫിലിപ്പി ലേഖനം നാം പരിശോധിക്കുമ്പോൾ ഇനിയും പൗലോസിന്റെ ശുശ്രൂഷയെയും കുറിച്ച് കാണാൻ ധാരാളമുണ്ട്. നിങ്ങൾക്ക് അതൊരു പ്രചോദനമാകട്ടെ എന്ന് ഞാൻ കരുതാം. പക്ഷെ ഒരു ചിന്തയായിട്ട് ഇന്ന് ഞാൻ നിങ്ങളെ ഇന്നെൻ്റെ ഈ പഠനം അവസാനിപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെയും സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്കായിട്ട് തീരുന്നുണ്ടോ? അതാണോ നമ്മുടെ മനോഭാവം? അവൻ്റെ ദാസിദാസന്മാരായി തീരുവാനായിട്ട് നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെയും അവൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനാക്കി തീർപ്പാനും അതിലൂടെ ദൈവനാമം മഹത്വപ്പെടുന്നതും സുവിശേഷം വ്യാപിക്കുന്നതും കാണുവാനും നമുക്ക് ദൈവം കൃപ തരും. ഇതെൻ്റെ ജീവിതം, മൈ ലൈഫ്, മൈ ഡിസിഷൻ, മൈ പ്ലാൻസ്, എൻ്റെ ജീവിതം, എൻ്റെ തീരുമാനങ്ങൾ, എൻ്റെ പദ്ധതികൾ എന്ന് നാം ചിന്തിക്കുമ്പോൾ ഗോഡ്സ് കിങ്ഡം ഈസ് നോട്ട് ഗ്ലോറിഫൈഡ്, ഗോഡ്സ് നെയിം ഈസ് നോട്ട്, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്നില്ല, ദൈവരാജ്യത്തിന് വർധനമുണ്ടാകുന്നില്ല, സുവിശേഷത്തിന് അഭിവൃദ്ധി ഉണ്ടാകുന്നില്ല. അതല്ല നമ്മുടെ വിളി എന്ന് നമുക്ക് തിരിച്ചറിയാം. ദൈവം നമ്മെ അതിന് സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.